everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, യുവർ ബയോളജി ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുടെ NCERT ക്യാപ്സിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുടെ NCERT ക്യാപ്സ്യൂളാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ NCERT എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഏത് കോർണറിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് അറൈസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ബോർഡ് എക്സാമിനാണെങ്കിൽ പോലും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ലൈൻ മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ അല്ലേ. സോ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഒരു NCERT എന്ന് പറയുന്നത് വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. സോ നമുക്ക് ഈസി ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുമ്പോൾ, അതായത് നോട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ആ നോട്ട്സ് നോക്കിയിട്ട് വായിച്ചാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഒരു കാര്യം പോലും മിസ്സാവാൻ പാടില്ല. എല്ലാ ലൈനും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സീരീസിൻ്റെ ഭാഗമാകുക. അതുമാത്രമല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ കൂടെ ഭാഗമായി മാറുക. സോ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നോട്ട്സ്, PYQs, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് സീരീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടെലഗ്രാം ആപ്പിലേക്ക് കയറിയിട്ട് വേദാന്തു മലയാളം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സോ നമുക്ക് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തേടിയെത്തും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. അതായത് MVSAT. എന്താണ് MVSAT അല്ലേ? സോ മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. സോ വേദാന്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പിനുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണ്. സോ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഡിസംബർ 2 തൊട്ട് 10 വരെയാണ് എക്സാം നടക്കുക. നിങ്ങൾക്ക് ഏത് ദിവസം വേണോ ആ ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ്. പക്ഷേ കേരളത്തിൽ ഓഫ്ലൈൻ സെൻറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം, ഇഷ്ടമുള്ള ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് പഠിച്ചിട്ട് നീറ്റായിട്ട് എക്സാം എഴുതുക. 1 hour മാത്രമേ എക്സാം ഉള്ളൂ. അതിപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ തൊട്ട് 12th JEE അതുപോലെ തന്നെ നീറ്റ് ആസ്പിറൻസ് ആര് വേണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റും. സോ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സ് ഉണ്ട്. അതുമാത്രമല്ല 100% അപ് ടു 100% സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഒരു ചാൻസസ് കൂടെ ഉണ്ട്. സോ എന്തിനാണ് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുടെ NCERT ക്യാപ്സിൽ അങ്ങ് തുടങ്ങാം. യെസ്, സോ നമുക്കെല്ലാവർക്കും NCERT തുടങ്ങാൻ കുഞ്ഞു ഒബ്സ്ട്രക്കിൾസ് ഉണ്ട്. ആ ഒബ്സ്ട്രക്കിൾസിനൊക്കെ നമുക്ക് ദൂരെ കളഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ പേജ് അങ്ങ് തുടങ്ങാം അല്ലേ. യെസ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നുള്ളത്? ബയോളജിക്കൽ ഓർഗാനിസമിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് ഈച്ച് ആൻഡ് എവറി ഓർഗാനിസമിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഓർഗാനിസമിനെ ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എത്ര ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ എല്ലാ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. യെസ്, സോ കിങ്ഡം മൊനേറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമലിയ, ഈ എല്ലാ കാര്യത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വൈറസസ്, വൈറോയിഡ്, ലൈക്കൻ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, സിൻസ് ദ ഡ്രോൺ ഓഫ് സിവിലൈസേഷൻ there have been many attempts to classify living organism. സോ നമ്മൾ സിവിലൈസേഷൻ സ്റ്റാർട്ട് ആയ തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ എല്ലാ ഓർഗാനിസമിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇറ്റ് വാസ് ഡൺ
instinctively not using criteria that were scientific but born out of a need to use organism for our own use. സോ ആദ്യം നമ്മൾ ചെയ്തപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ഇത് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്തത്. നമുക്ക് എന്തോ ഒരു കാര്യം ആവശ്യമുണ്ടായിരുന്നോ ആ ഒരു ഓർഗാനിസമിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് പ്ലാന്റ് ആവാം, അനിമൽ ആവാം, മൈക്രോ ഓർഗാനിസം ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനൊക്കെ ഓരോ പേരും ഓരോ ഗ്രൂപ്പും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, ഫോർ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. മെയിനായിട്ട് ഫുഡിനും ഷെൽട്ടറിനും ക്ലോത്തിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ ഓർഗാനിസമിനെ ഡിവൈഡ് ചെയ്ത് തുടങ്ങിയത്. Okay, Aristotle was the earliest to attempt a more scientific basis of classification. അതായത് ആദ്യമായിട്ട് കുറച്ച് സയൻറ്റിഫിക് ആയിട്ട്, ഓക്കെ, ആദ്യമായിട്ട് കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് ആരാണ് ചെയ്തത്? ദാറ്റ് ഈസ് അരിസ്റ്റോട്ടൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ, അരിസ്റ്റോട്ടൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഒരു സയൻറ്റിഫിക് അപ്രോച്ച്, ക്ലാസിഫിക്കേഷന് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് കൊടുത്തത്. ഹി യൂസ്ഡ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ. അവരെന്താണ് ചെയ്തത്? സിമ്പിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ, അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഓർഗാനിസം കാണുന്നത്, അതിൻ്റെ ബേസിസിൽ അവരെന്ത് ചെയ്തു, പ്ലാന്റ്സിനൊക്കെ ട്രീസ്, shrubs, herbs എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ അനിമൽസിനെ വിട്ടിട്ടുണ്ടെങ്കിൽ അനിമൽസിന് വിഷമാവൂലേ, അല്ലേ? സോ പ്ലാന്റ്സിനെ മാത്രം മതിയോ, അനിമൽസിനും കൂടെ ഡിവൈഡ് ചെയ്യണ്ടേ? അങ്ങനെ അവർ അനിമൽസിനെയും ഡിവൈഡ് ചെയ്തു. എന്തിൻ്റെ ബേസിസിൽ, എങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്തത്? ബേസ്ഡ് ഓൺ റെഡ് ബ്ലഡ് ഉള്ള അനിമൽ ആൻഡ് റെഡ് ബ്ലഡ് ഇല്ലാത്ത അനിമൽ. ഓക്കെ, സോ RBC ഉള്ള അനിമൽ, RBC ഇല്ലാത്ത അനിമൽ എന്ന് വെച്ചിട്ട് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായോ? സോ ആദ്യമായിട്ട് സയൻറ്റിഫിക് അപ്രോച്ച് ചെയ്തത് അരിസ്റ്റോട്ടൽ ആണ്. അരിസ്റ്റോട്ടൽ പ്ലാന്റ്സിനെയൊക്കെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? ട്രീസ്, അതായത് നല്ല നീണ്ട് പന്തലിച്ച് കിടക്കുന്ന ആ ഒരു മരം, അതായത് പ്ലാന്റ്സിനൊക്കെ ട്രീസ് എന്ന് വിളിച്ചു. കുറച്ച് വലിയ മരങ്ങളല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള മരങ്ങളിനൊക്കെ അവർ shrubs എന്ന് വിളിച്ചു, അല്ലേ? അതുപോലെ ഗ്രൗണ്ട് ലെവലിൽ വളരുന്ന എല്ലാ മരങ്ങൾ, അതായത് ചെടികളിനൊക്കെ അവരെന്തെന്ന് വിളിച്ചു? ഹെർബ്സ് എന്ന് വിളിച്ചു. ഓക്കെ, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? അനിമൽസിനെയും ഡിവൈഡ് ചെയ്തു. അനിമൽസിനെ എന്തിൻ്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്തത്? RBC ഉള്ളതും RBC ഇല്ലാത്തതും, അല്ലേ? RBC ഇല്ലാത്തത്, വിത്തൗട്ട് RBC. ഓക്കെ, അങ്ങനെ അവർ 2 ഗ്രൂപ്പായിട്ട് അനിമൽസിനെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അരിസ്റ്റോട്ടൽ ക്ലാസിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ലിന്നേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ആരാണ്? ലിന്നേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തു. ഓക്കെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് അതായത് ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സയൻറ്റിഫിക്കേ അല്ലാത്ത രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അരിസ്റ്റോട്ടൽ. അത് കഴിഞ്ഞതിന് ശേഷം സയൻറ്റിഫിക് ആയിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത് ലിന്നേയസ് ആണ്. ലിന്നേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. അതിൽ പ്ലാന്റ് ആൻഡ് അനിമലിയ എന്ന് പറഞ്ഞ 2 കിങ്ഡം ഉണ്ടായിരുന്നു. ഓക്കെ, പ്ലാന്റ് ആൻഡ് അനിമലിയ. ഓക്കെ, പ്ലാന്റ് അനിമലിയ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. was developed that include all plants and animals. So പ്ലാന്റിലൊക്കെ പ്ലാന്റ് ഉണ്ടായിരുന്നു. അനിമലിയ എന്ന് പറയുന്ന കിങ്ഡമിൽ അനിമൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ അവർ റെഡിയാക്കി. ഓക്കെ, ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക്. ഓക്കെ, യൂകാരിയോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, സോ എന്താണ് യൂകാരിയോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ?
ദ ഓർഗാനിസം അല്ലെങ്കിൽ ദ സെൽ അല്ലെ, ദ സെൽ വിച്ച് കണ്ടെയ്നിങ് ന്യൂക്ലിയസ്, ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെയാണ് നമ്മൾ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ഓർഗാനിസം വിച്ച് ഡു നോട്ട് കണ്ടെയ്നിങ് a specific defined nucleus, the genetic material present on the cytoplasm. സൈറ്റോപ്ലാസമിൽ ഇങ്ങനെ എന്താ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രോകാരിയോട്ടിക് എന്ന് വിളിക്കും. ഒരു ഡെഫിനറ്റ് ന്യൂക്ലിയസിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂകാരിയോട്ടിക് എന്ന് വിളിക്കും. സോ ദിസ് ഇസ് പ്രോകാരിയോട്ടിക് ആൻഡ് ദിസ് ഇസ് യൂകാരിയോട്ടിക് അല്ലെ. സോ ഈ പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലെ, വളരെ വലിയ ഡിഫറൻസ് ആണ്. എന്നിട്ട് ആ ഒരു ഡിഫറൻസ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആ ഒരു ഓർഗാനിസം യൂണിസെല്ലുലാർ ഓർഗാനിസം ആണോ അല്ല മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണോ അതും അവർ പറഞ്ഞില്ല. ഓക്കെ, സോ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് പറഞ്ഞില്ല. യൂകാരിയോട്ടിക് ആണോ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണോ അതും പറഞ്ഞില്ല. അത് മാത്രമല്ല, ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ? യെസ്, ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആണ് അല്ലെ. സോ ആ പ്ലാന്റ്സിൽ ഫംഗൈനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫംഗൈ ഫോട്ടോസിന്തറ്റിക് ആണോ? നോ, സാപ്രോഫൈറ്റിക് ആണ് അല്ലെ. സോ ഫംഗൈ ഫോട്ടോസിന്തറ്റിക് അല്ല, സാപ്രോഫൈറ്റിക് ആണ്. സോ അതിനെല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ ഇതൊന്നും പ്രോപ്പർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാതെ എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ലിനേസ്. ഓക്കെ, മനസ്സിലായോ? യെസ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇൻ ടു പ്ലാന്റ് ആൻഡ് അനിമൽ വാസ് ഈസിലി ഡൺ ആൻഡ് വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ബട്ട് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫാൾ ഇൻ ടു ഐദർ കാറ്റഗറി. കുറേ ഓർഗാനിസം ഉണ്ട്, ആ എല്ലാ ഓർഗാനിസം അങ്ങോട്ട് പ്ലാന്റിലേക്കും പെടുത്താൻ പറ്റുന്നില്ല, അനിമലിലെയും ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. Okay, so hence the two kingdom classification used for a long time was found inadequate. ഓക്കെ, സോ അതായത് ഇത്രയും കാലം യൂസ് ചെയ്ത ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത്ര പ്രോപ്പർ അല്ല എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, beside gross morphology, a need was also felt for including other characteristics like cell structure. ഓക്കെ, സോ അത് മാത്രമല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ സെൽ സ്ട്രക്ചർ എങ്ങനെയുണ്ട് അല്ലെ. സോ സെൽ സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്, അതുപോലെ തന്നെ നേച്ചർ ഓഫ് വാൾ, അതായത് സെൽ വാൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, സെൽ വാൾ ഉണ്ടല്ലോ, ആ സെൽ വാൾ എങ്ങനെയാണുള്ളത്, അതുപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അത് ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഓർഗാനിസം ആണോ. ഓക്കെ, സോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് ആണോ, ഏത് രീതിയിലുള്ള ന്യൂട്രീഷൻ ആണ് ഈ ഒരു ഓർഗാനിസമിനുള്ളത്. സോ അത് നോക്കണം. ഹാബിറ്റാറ്റ്, ഏത് റീജിയനിലാണ് ആ ഒരു ഓർഗാനിസം ഉള്ളത് അത് നമ്മൾ നോക്കണം. മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ, എസെക്ഷുവൽ റിപ്രൊഡക്ഷൻ ആണോ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ആണോ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ നോക്കണം. സോ ഇതെല്ലാം നോക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യണമെന്ന് പിന്നെ വന്നവർ മനസ്സിലാക്കി തുടങ്ങി. ഓക്കെ, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫോർ ലിവിംഗ് ഓർഗാനിസം ഹാവ് ഹെൻസ് അണ്ടർഗോൺ സെവറൽ ചേഞ്ചസ്. സോ ഈ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്ത് നോക്കി. അങ്ങനെ ഒരുപാട് അറ്റംപ്റ്റ്സ് അവർ ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്തു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അങ്ങ് പ്രപ്പോസ് ചെയ്തു. സോ അതിനേക്കാളും മുന്നേ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഏത് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ വന്നപ്പോഴും കോമൺ ആയിട്ട് 2 പേരുണ്ടായിരുന്നു. ഓക്കെ, ആ കോമൺ ആയിട്ടുണ്ടായിരുന്ന 2 പേര് ആരാണ്? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമലിയ. ഓക്കെ, ഇവര് 2 പേരും കോൺസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ, പ്ലാന്റും അനിമലിയും കോൺസ്റ്റന്റ് ആയിരുന്നു, ബാക്കിയുള്ളവരാണ് വന്നും പോയും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അങ്ങ് ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, യെസ്. സോ
നമുക്ക് നോക്കാം ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലാണ്, എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് 5 കിങ്ഡം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സി സെൽ ടൈപ്പ് മൊനേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമലിയ എന്ന് പറഞ്ഞ 5 കിങ്ഡം ആണ് നമുക്കുള്ളത്. ഓക്കെ, ഈ 5 കിങ്ഡം ഓഫ് 5 കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ ചെയ്തതാരാണ്? R.H. വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അവർ 5 കിങ്ഡമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ എന്തിന്റെ ബേസിസിലായിരുന്നു ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൽ ടൈപ്പ്, സെൽ വാൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അവരെടുത്തു. സോ ആ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ഒബേ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഓക്കെ, അതിൽ ആദ്യം നമുക്ക് നോക്കാം സെൽ ടൈപ്പ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണെങ്കിൽ ദാറ്റ് ബിലോങ്ങിങ് ടു മൊനേറ. ഓക്കെ, ദാറ്റ് ബിലോങ്ങിങ് ടു മൊനേറ. യെസ്, അത് കഴിഞ്ഞിട്ട് പ്രൊട്ടിസ്റ്റ തുടങ്ങി അനിമലിയ വരെ എല്ലാവരും എന്താണ്? യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഓക്കെ, പ്രോകാരിയോട്ടിക് അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസം ബിലോങ്ങിങ് ടു മൊനേറ. യൂകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണ്. ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം കംസ് ഫ്രം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പ്രൊട്ടിസ്റ്റ തൊട്ട് തുടങ്ങും, അനിമലിയ വരെയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെൽ വാൾ ഇവിടെ പോളിസാക്കറൈഡ് പ്ലസ് അമൈനോ ആസിഡ് ആണ്. ഓക്കെ, പോളിസാക്കറൈഡ് പ്ലസ് അമൈനോ ആസിഡ് ആണ് മൊനേറയില്. പക്ഷേ പ്രൊട്ടിസ്റ്റയില് ചിലതിലൊക്കെ ചില ഓർഗാനിസമിൽ മാത്രമേ സെൽ വാൾ ഉള്ളൂ, എല്ലാ ഓർഗാനിസമിലും നമുക്ക് കാണാൻ പറ്റില്ല. യെസ്, സോ ഫംഗയില് കൈറ്റിൻ ആണ് സെൽ വാൾ പ്രസന്റ് ആണ്. കൈറ്റിന് കൊണ്ടാണ് സെൽ വാൾ ഫോം ആയിരിക്കുന്നത്. പ്ലാന്റില് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അനിമലിയല് ഈ സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചറെ കാണാൻ പറ്റില്ല. യെസ്, നെക്സ്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൾറെഡി ഞാൻ പറഞ്ഞു മൊനേറയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ബാക്കിയുള്ളതിൽ എല്ലാത്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനെ കാണാൻ പറ്റും. യെസ്, സോ നെക്സ്റ്റ് ബോഡി ഓർഗനൈസേഷൻ മൊനേറയിൽ നമുക്ക് സെല്ലുലാർ ആണ് കാണാൻ പറ്റുക, പ്രൊട്ടിസ്റ്റയിലും സെല്ലുലാർ ആണ് കാണാൻ പറ്റുക. വൈ? ബിക്കോസ് യൂണിസെല്ലുലാർ, പ്രോകാരിയോട്ടിക് എല്ലാം വരുന്നത് മൊനേറയിലാണ്. അതുപോലെ തന്നെ യൂകാരിയോട്ടിക് ബട്ട് യൂണിസെല്ലുലാർ ഓർഗാനിസം എല്ലാം വരുന്നത് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. പിന്നെ ഫംഗൈ തൊട്ട് എല്ലാം മൾട്ടി സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മൊനേറയില് ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്, സാപ്രോഫൈറ്റിക്, എല്ലാ രീതിയിലുള്ള ഓർഗാനിസമും നമുക്ക് കാണാൻ പറ്റും. ഓട്ടോട്രോഫിക്കും കാണാൻ പറ്റും, ഹെറ്ററോട്രോഫിക്കും കാണാൻ പറ്റും, സാപ്രോഫൈറ്റിക് ഓർഗാനിസമും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റയില് ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും കാണാൻ പറ്റും. ഫംഗയില് നമുക്ക് സാപ്രോഫൈറ്റിക് ഓർഗാനിസം, പാരാസൈറ്റിക് ഓർഗാനിസം ഒക്കെയാണ് കാണാൻ പറ്റുക. ആൻഡ് പ്ലാന്റില് നമുക്ക് ഓട്ടോട്രോഫ് മാത്രം, അതായത് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസമിനെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് അനിമലിയല് നമുക്ക് കാണാൻ പറ്റുന്നത് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം മാത്രം. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ഇവിടെ ഹെറ്ററോട്രോഫിക് മാത്രമാണ്, പ്ലാന്റില് ഓട്ടോട്രോഫിക് മാത്രമാണ്. ഓക്കെ, സോ ഫംഗൈ സാപ്രോഫൈറ്റിക് ഓർഗാനിസം അല്ലെങ്കിൽ പാരാസൈറ്റിക് ഓർഗാനിസം ആണ്. യെസ്, സോ സാപ്രോഫൈറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസമിന്റെ മുകളിൽ ജീവിക്കുന്ന ഓർഗാനിസമാണ് സാപ്രോഫൈറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ആൻഡ് ഡീകേ ആയിക്കൊണ്ടിരിക്കുന്ന ഓർഗാനിസം, അതായത് അഴുകി കിടക്കുന്ന ആ ഒരു ഓർഗാനിസമിന്റെ മുകളിൽ ജീവിക്കുന്ന ഓർഗാനിസമിനെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കുന്നത്. ആൻഡ് പാരാസൈറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസമിനെ നമ്മൾ ഹോസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ആ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഓർഗാനിസമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരാസൈറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, പാരാസൈറ്റിക്. സോ ഫംഗൈ പാരാസൈറ്റിക് സാപ്രോഫൈറ്റിക്കും ആണ്. സോ പ്രൊട്ടിസ്റ്റില് ചില ഓർഗാനിസം ഓട്ടോട്രോഫിക് ആണ്, ചില ഓർഗാനിസം ഹെറ്ററോട്രോഫിക്കും ആണ്.
യെസ്. സോ ഈ ഒരു ടാബ്ലർ കോളം നന്നായിട്ട് ഓർത്ത് വെക്കുക. സോ ദിസ് ടാബ്ലർ കോളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മനസ്സിലാക്കാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടാബ്ലർ കോളമിൽ നിന്ന് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈച്ച് ആൻഡ് എവറി ടേംസും നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. എങ്കിൽ ഈ ഒരു ടാബ്ലർ കോളം ഈസി ആവും. അത് മാത്രമല്ല ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്. നെക്സ്റ്റ് RH വിറ്റാക്കർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, RH വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് 1969 ഓക്കെ. സോ 1969 RH വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പ്രപ്പോസ് ചെയ്തു. ദേ ഇൻക്ലൂഡ് ഓക്കെ. ഏതൊക്കെ ഗ്രൂപ്പിനെയാണ് ഇൻക്ലൂഡ് ചെയ്തത്? ഏതൊക്കെ കിങ്ഡം ആണ് ഉണ്ടായിരുന്നത്? മൊനേര, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമലിയ എന്ന് പറഞ്ഞ 5 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, 5 ഗ്രൂപ്പ്. ഇപ്പോഴും നമ്മൾ ആ ഒരു ബേസിസ് ആണ്, ആ ഒരു കാര്യമാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്തു. എന്നാൽ പോലും ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. RH വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, the main criteria for classification used by him include, so ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏത് ക്രൈറ്റീരിയ, എന്തിനാണ് അവർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത്, ഏതൊക്കെ ക്രൈറ്റീരിയ, എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ്? സെൽ സ്ട്രക്ചർ, okay, cell structure, body organization, yes, cell structure, body organization, mode of nutrition, okay, reproduction and phylogenetic relationship. So cell structure എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ അത് നോക്കി. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, അല്ലെങ്കിൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, അതും അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ഇതൊക്കെ അവർ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോട്രോഫിക് ആണോ, ഹെറ്ററോട്രോഫിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ, പാരാസൈറ്റിക് ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണോ, സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണോ, ഇത് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഓക്കെ, എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ആ ഒരു ഓർഗാനിസം ഈ ഒരു ഓർഗാനിസം ആൾമോസ്റ്റ് സിമിലർ ആണോ, അവർ രണ്ടുപേരും കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിങ്ങനെയൊക്കെ അബ്സോർവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഓക്കെ, സോ ദ 3 domain system has also been proposed that divide kingdom Monera into 2 domains, leaving the remaining eukaryotic organism in the 3rd domain. Okay, so thereby 6 kingdom classification. So അതായത് മൊനേറനെ പിന്നെയും അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് 2ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ 2ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും കൂടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് അത്രയും കാര്യമായിട്ട് നമ്മളത് പഠിക്കാറില്ല. പക്ഷെ മെയിനായിട്ട് നമ്മൾ പഠിക്കാറ് ഏതാണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ ടാക്സോണമി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കും. പക്ഷെ ഈ ഒരു +2 സിലബസിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റി മാത്രമാണ്. യെസ്, സോ let us look at this 5 kingdom classification to understand the issues and consideration that influence the system of classification. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ ആ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോഴേ അതിനേക്കാളും മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന 2 കിങ്ഡം 3 കിങ്ഡം 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ ഒക്കെ സോൾവ് ചെയ്യുമ്പോഴാണല്ലോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്, അല്ലേ? സോ ആ എല്ലാ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, earlier classification system include
include bacteria, blue-green algae, fungi, mosses, fern, gymnosperm, angiosperm ഇതിനെല്ലാത്തിനെയും പിടിച്ചു കൊണ്ടുവന്നിട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബാക്ടീരിയ ഉണ്ടായിരുന്നു, ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ടായിരുന്നു, ഫംഗൈ ഉണ്ടായിരുന്നു, മോസസ് ഉണ്ടായിരുന്നു. ഇതെല്ലാത്തിനും കൊണ്ടുവന്നിട്ടാണ് പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇതെല്ലാത്തിനും സെൽ വാൾ ഉണ്ടെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇതെല്ലാ ഓർഗാനിസം, അതായത് ബാക്ടീരിയയിലും സെൽ വാൾ നമുക്ക് കാണാൻ പറ്റും, ബ്ലൂ ഗ്രീൻ ആൽഗയിലും കാണാൻ പറ്റും, ഫംഗൈ, മോസസ്, അതുപോലെ തന്നെ ഫേൺസ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഇതെല്ലാത്തിനും നമുക്ക് സെൽ വാൾ കാണാൻ പറ്റും. പക്ഷെ അതിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് അല്ലെ, ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, സോ ദിസ് പ്ലേസ്ഡ് ടുഗെദർ ഗ്രൂപ്പ്സ് വിച്ച് widely differed in other characters അല്ലെ. സോ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വേറെ ക്യാരക്ടേഴ്സിൽ അത് ഡിഫർ ആയിരിക്കുകയാണ്. ഇറ്റ് brought together the prokaryotic ബാക്ടീരിയ. സി, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയനെ കൊണ്ടുവന്നിട്ട് യൂകാരിയോട്ടിക് ഓർഗാനിസമും ഉള്ള ആൻജിയോസ്പേമും ജിംനോസ്പേമും ഒക്കെ ഉള്ള ആ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇട്ടിരിക്കുന്നത് അല്ലെ. സോ പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് ബാക്ടീരിയ. ആ ബാക്ടീരിയനെ കൊണ്ടുവന്നിട്ട് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക് ഉള്ള ഒരു ഗ്രൂപ്പിനകത്താണ് കൊണ്ടുവന്നിട്ട് വെച്ചിരിക്കുന്നത് അല്ലെ. സോ ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ, റൈറ്റ്. സോ അതുപോലെ തന്നെ നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ ഗ്രൂപ്പ്ഡ് ടുഗെദർ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ടുഗെദർ. യൂണിസെല്ലുലാർ ഓർഗാനിസമും മൾട്ടി സെല്ലുലാർ, ഇപ്പൊ അമീബിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓർഗാനിസമിനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ. അതും അക്സെപ്റ്റബിൾ അല്ല. സി ഫോർ എക്സാമ്പിൾ ക്ലമഡോമോണസും സ്പൈറോഗൈറ ഇത് രണ്ടും യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. അത് രണ്ടിനും കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹെറ്ററോട്രോഫിക് ഫംഗൈ അല്ലെ, ഹെറ്ററോട്രോഫിക് ഫംഗൈ. സോ ഫംഗൈന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലെ, ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നിട്ട് പോലും പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പ്ലാന്റ് സ്വന്തം ഫുഡ് പ്രിപ്പയർ, അതായത് ഫോട്ടോസിന്തസിസ് എന്ന ഒരു പ്രോസസ്സിലൂടെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു പ്ലാന്റിനെയും ഫംഗൈക്ക് ഫുഡ് സിന്തസിസ് ചെയ്യാനുള്ള കഴിവേ ഇല്ല. ആ രണ്ട് ഓർഗാനിസമിനെ ഒരുമിച്ചാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അല്ലെ. സോ ഫംഗൈയിലുള്ള സെൽ വാൾ എന്ന് പറയുന്നത് കൈറ്റിന് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്നത് സെല്ലുലോസിക് സെൽ വാൾ ആണ്. സോ സെൽ വാൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും സെൽ വാളിന്റെ കണ്ടന്റ് വേറെ വേറെയാണ്. സോ എങ്കിൽ അതെല്ലാത്തിനും കൊണ്ടുവന്നിട്ട് ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ അല്ലെ. സോ അതുകൊണ്ട് ഈ ഒരു ഫംഗൈ എന്ന് പറയുന്നതിനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാക്കി മാറ്റി ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു കിങ്ഡമിന്റെ പേരാണ് കിങ്ഡം ഫംഗൈ അല്ലെങ്കിൽ കിങ്ഡം മൈക്കോട്ട. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? കിങ്ഡം മൈക്കോട്ട. യെസ്, okay, all prokaryotic organism were grouped together under കിങ്ഡം മൊനേറ. അതായത് പ്രോക്യാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസമിനൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി അതിന്റെ പേരാണ് കിങ്ഡം മൊനേറ. യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസമിനൊക്കെ ഒരു ഗ്രൂപ്പാക്കി അതിന്റെ പേരാണ് പ്രൊട്ടിസ്റ്റ. ഓക്കെ, സോ പ്രൊട്ടിസ്റ്റയിൽ നമ്മൾ എന്ത് ചെയ്തു? ക്ലമഡോമോണസും ക്ലോറല്ല ഇതെല്ലാം ആൽഗയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആൽഗെ അതായത് യൂണിസെല്ലുലാർ ആൽഗെ പോലെ ഉണ്ടായിരുന്ന ഓർഗാനിസമിനൊക്കെ പിടിച്ചിട്ട് പ്ലാന്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റേറ്റ് ഉള്ളിലിട്ട് വെച്ചു. ഓക്കെ, സോ അതേപോലെ തന്നെ പാരമീഷിയം, അമീബ ഇതിനെല്ലാത്തിനും സെൽ വോൾ ഉണ്ടായിരുന്നില്ല. സെൽ വോൾ ഇല്ലാതിരുന്നിട്ടും അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടസ്റ്റേനകത്ത് സൂക്ഷിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇറ്റ് പുട്ട് ടുഗെദർ ഓർഗാനിസം വിച്ച് in earlier classification were placed in different kingdom. So different kingdom അതായത് പ്ലാന്റ് അനിമലിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്ന യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസമിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കിങ്ഡം ആക്കി മാറ്റി. അതാണ് പ്രൊട്ടിസ്റ്റ. Okay, so this kind of changes will take place in future too.
അതായത് ഇതുപോലെയുള്ള ഡിഫറൻസസ്, ഇതുപോലെയുള്ള ചേഞ്ചസ് നമ്മൾ പിന്നെയും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വൈ? ബിക്കോസ് യു ആർ ദ പീപ്പിൾ. സോ നിങ്ങളാണ് മുന്നേ, അതായത് നെക്സ്റ്റ് വരുന്ന സയൻറ്റിസ്റ്റ് ഒക്കെ ആയി മുന്നോട്ട് വരുന്ന ആൾക്കാർ നിങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ചേഞ്ചസ്, അതായത് നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് തോന്നുന്ന ചേഞ്ചസ് അല്ല, നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ട് തോന്നുന്ന ചേഞ്ചസ് എക്സ്പെരിമെൻ്റലി അതുപോലെ തന്നെ ഒരുപാട് ഫാക്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ മാറ്റാൻ പറ്റും. ഏത് ഓർഗാനിസമിനെ വേണമെങ്കിലും പ്രോപ്പറായിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും മാറ്റി വേറെ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സ്റ്റഡി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുള്ളത്. പ്ലാന്റ്, അനിമലിയ എന്ന് പറയുന്ന ആ 2 ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. സോ അതുകൂടാതെ നമ്മൾ വൈറസ്, വൈറോയിഡ് ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്, അനിമലിയ എന്ന് പറയുന്ന ആ 2 കിങ്ഡമിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യം, അതായത് ഫസ്റ്റ് കിങ്ഡം ആയ മൊണേറയെ പറ്റി പഠിക്കാം. യെസ്, ബാക്ടീരിയ ആർ ദി സോൾ മെമ്പർ ഓഫ് കിങ്ഡം മൊണേറ. ഓക്കെ, സോ മൊണേറയിലെ മെയിൻ ആയിട്ടുള്ള ആൾ ആരാണ്? ദാറ്റ് ഈസ് ബാക്ടീരിയ. ദേ ആർ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, മൈക്രോ ഓർഗാനിസമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആരാണ്? ഈ ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ബാക്ടീരിയ അക്കർ ആൾമോസ്റ്റ് എവ്രിവെയർ. സോ നമ്മൾ ഈ എയർ, ഞാനിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടുള്ള എയറിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു ബാക്ടീരിയനെ കാണാൻ പറ്റും. ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ ആർ പ്രസന്റ് ഇൻ ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ. സോ നമ്മൾ ഒരു പിടി നമ്മൾ മണ്ണെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റും. ദേ ആൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്. സോ ഏത് രീതിയിലുള്ള എക്സ്ട്രീം ഹാബിറ്റാറ്റ് ആണെങ്കിലും ഈ ബാക്ടീരിയക്ക് ജീവിക്കാൻ പറ്റും. അതിപ്പോൾ ഹോട്ട് സ്പ്രിംഗ് ആയാലും ഡെസേർട്ട് ആയാലും സ്നോ വീഴുന്ന പ്ലേസ് ആണെങ്കിലും ഡീപ്പ് ഓഷൻസിലാണെങ്കിലും ഓക്കെ, വേർ ദർ ഇസ് ഫ്യൂ അതർ ലീഫ് ഫോംസ് ക്യാൻ സർവൈവ്. അതായത് വേറെ ഓർഗാനിസംസ് ഒന്നും ഇല്ലാതെ വളരെ കുറച്ച് ഓർഗാനിസം മാത്രം ജീവിക്കുന്ന ഏത് പ്ലേസിലും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഗീസറൊക്കെ ഇല്ലേ, ഗീസറിനകത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. സോ 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഇങ്ങനെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു റീജിയനിലും ബാക്ടീരിയയെ കൊണ്ട് ജീവിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, സോ അങ്ങനെയുള്ള ഒരു എക്സ്ട്രീം കണ്ടീഷനിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ആളാണ് ബാക്ടീരിയ. മെനി ഓഫ് ദം ലീവ് ഇൻ ഓർ ഓൺ ദി അതർ ഓർഗാനിസം ആസ് പാരാസൈറ്റ്. ഇതിന് പാരാസൈറ്റ് ആയിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. എന്താണ് പാരാസൈറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓർഗാനിസം ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് അവരെന്ത് ചെയ്യാണ്? നേരെ പോയിട്ട് വേതാളം, വിക്രമാദിത്യനും വേതാളവും ഇല്ലേ, വേതാളം പോയിട്ട് വിക്രമാദിത്യന്റെ തോളിൽ കെട്ടിപ്പിടിച്ച് ഇരിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു പാരാസൈറ്റ് എന്ന് പറയുന്ന ആൾക്കാരും. ഇവരെന്ത് ചെയ്യും? ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാരെ, അതായത് വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർഗാനിസമിനെ തെരഞ്ഞെടുത്തിട്ട് ഇവർ ഓടി പോയിട്ട് അവരിനെ അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് അവരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഷെൽട്ടറിനും ഫുഡിനും വേണ്ടിയിട്ട് അവരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? പാരാസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ബാക്ടീരിയ ആർ ഗ്രൂപ്ഡ് അണ്ടർ 4 കാറ്റഗറി. 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ബാക്ടീരിയനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദിയർ ഷേപ്പിന്റെ ബേസിസിലാണ്. ഏത് ഷേപ്പാണ് ബാക്ടീരിയക്ക് ഉള്ളത് ആ ഷേപ്പിന്റെ ബേസിസിൽ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്പെറിക്കൽ ആണെങ്കിൽ, അതായത് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? റൗണ്ട് ഷേപ്പിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? കോക്കസ് എന്ന് വിളിക്കും. ഓക്കെ, റോഡ് ഷേപ്പിലാണെങ്കിൽ നമ്മൾ അതിനെ ബാസിലസ് എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോമ ഷേപ്പിലാണെങ്കിൽ വിബ്രിയം എന്ന് വിളിക്കും. ആൻഡ് സ്പൈറൽ ഷേപ്പിലാണെങ്കിൽ സ്പിറുലം എന്ന് വിളിക്കും. ഓക്കെ, സി നമുക്കത് വരച്ചു നോക്കാം. സി കോക്കൈ എന്ന് പറയുമ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. ആൻഡ് ബാസിലസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ റോഡ് ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് വിബ്രിയ എന്ന് പറയുമ്പോൾ ഇതുപോലെ കോമ ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് സ്പിറുലം എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്പ്രിങ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം നോക്കാം. സി ദിസ് ഇസ് കോക്കൈ, ബാസിലൈ,
സ്പൈറല, ഇതിൻ്റെ സ്പൈറലയിലെ ഫ്ലജല്ലയാണ് കേട്ടോ. ഫ്ലജല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ആൻഡ് വിബ്രിയോ. Yes, so this is different kinds of bacteria based on the shape. Okay, so this is very 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 important. So 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Okay, yes, next. Though the bacterial structure is very simple, they are very complex in behavior. സോ വളരെ സിമ്പിൾ ആയിട്ട് പുറത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിലോ, ഒരു കോമ ഷേപ്പിലുണ്ട്, ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഉണ്ട്, അത് സിലിണ്ടറിക്കൽ ഷേപ്പിലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിലോ അതിൻ്റെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കോംപ്ലെക്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് കോംപ്ലെക്സ്. കമ്പയർഡ് ടു മെനി അതർ ഓർഗാനിസം, ബാക്ടീരിയ ഹാസ് എ ഗ്രൂപ്പ് show the most extensive metabolic diversity. So ബാക്കിയുള്ള ഓർഗാനിസമിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഓർഗാനിസമിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഓരോ പ്രാവശ്യവും മെറ്റബോളിക് ഡൈവേഴ്സിറ്റി, അതായത് അതിൻ്റെ ബോഡിയിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേറെ വേറെ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഓർഗാനിസമാണ്. സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്. ഓക്കെ, അതായത് അതിൻ്റെ ഫുഡ് അത് തന്നെ പ്രിപ്പയർ ചെയ്യും. Okay, and they may be photosynthetic autotrophic or chemosynthetic autotrophic. അതായത് ബാക്ടീരിയ ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ ബാക്ടീരിയനെ നമ്മൾ ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് കീമോസിന്തറ്റിക്, അതായത് കെമിക്കൽ റിയാക്ഷനിലൂടെ. ഓക്കെ, കീമോസിന്തറ്റിക് അതായത് കെമിക്കൽ റിയാക്ഷൻസിലൂടെ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കീമോസിന്തറ്റിക്. ഓക്കെ, സോ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, ഫോട്ടോസിന്തറ്റിക്. എന്താണ് ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോട്ടോസിന്തറ്റിക് എന്ന് വിളിക്കും. സോ അതായത് സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? ആ ഒരു എനർജിനെ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിനെയും കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, സോ അതിന് നമ്മൾ അതായത് ബാക്ടീരിയ കീമോസിന്തറ്റിക്കും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്കും ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല ഇനിയൊരു ടൈപ്പും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഹെറ്ററോട്രോഫിക്. ഓക്കെ, ഹെറ്ററോട്രോഫിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ബാക്ടീരിയാസും ഉണ്ട്. സോ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോഫിക്. ഓക്കെ, മെജോറിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് ഹെറ്ററോട്രോഫിക് ആണ്. അത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിനെ പോലെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന് നമ്മൾ സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കും. ആൻഡ് വേറെ ഏതെങ്കിലും ജീവനോടെയുള്ള ഓർഗാനിസമിനെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരുണ്ട്, അവരെ നമ്മൾ പാരാസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ഡിവിഷൻ ഓഫ്, അതായത് മൊനേറനെ ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പായിട്ടാണ്. അതായത് മൊനേറ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതായത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്. സോ എന്താണ് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെക്കുമ്പോൾ? യെസ്, സോ പഴമയുള്ള കാലത്തിൽ, അതായത് പഴമയുള്ള ഒരു വസ്തുവിനെ പറ്റി പഠിക്കലും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ പറ്റി പഠിക്കലും അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുക. അതുപോലെ തന്നെ ആർക്കി ബാക്ടീരിയ എന്ന് വെക്കുമ്പോൾ എന്താണ് ആർക്കി ബാക്ടീരിയ? അതായത് എർത്ത് ഉണ്ടായിരുന്ന സമയത്ത്, എർത്ത് ഫോം ആയ സമയത്ത് ആദ്യമായിട്ട് ഒരു ജീവിയൊക്കെ ഫോം ആയി കാണില്ലേ അല്ലെ? സോ ആദ്യമായിട്ട് ഒരു ലിവിങ് ഫോം ആയി കാണില്ലേ? ആ ലിവിങ് ഫോം ചെറിയ മാറ്റങ്ങളിലൂടെ ആദ്യം ഫോം ആയ ബാക്ടീരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർക്കി ബാക്ടീരിയ. Yes, so these bacteria are special since they live in some most harsh habitat. അതായത് എക്സ്ട്രീം കണ്ടീഷൻസിൽ ഈ എല്ലാ ഓർഗാനിസം ജീവിക്കും. ഓക്കെ, ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് എർത്ത് ഉണ്ടായ ആ സമയത്ത്, എർത്ത് ഫോമായ ആ സമയത്ത്
അല്ലേ? സോ നമ്മുടെ ഏർത്തിൻ്റെ ഒരു സ്ഥിതി എന്തായിരുന്നു? എക്സ്ട്രീം ഹോട്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ടെൻഡറിങ് ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഇത് എക്സ്ട്രീം കണ്ടീഷനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ആൾക്കാർക്കൊക്കെ, അല്ലേ? സോ എക്സ്ട്രീം സാൾട്ട് ആവട്ടെ, അതുപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്ങിൽ, അതുപോലെ തന്നെ മാർഷ് വളരെ ചീത്തയായോ, അതായത് വളരെ ചളി പിടിച്ചിരിക്കുന്ന സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ ജീവിക്കാൻ പറ്റിയ ഒരു ഓർഗാനിസം ആണ്. എക്സ്ട്രീം സാൾട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഹാലോഫിൽസ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹാലോഫിൽസ് എന്ന് വിളിക്കും. ഓക്കെ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്തിൽ ജീവിക്കുന്ന ആർക്കിബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ അതിനെ തെർമോ അസിഡോഫിൽസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? തെർമോ അസിഡോഫിൽസ് എന്ന് വിളിക്കും. യെസ്. ആൻഡ് ഭയങ്കര ചളി പിടിച്ചിരിക്കുന്ന, അതായത് വൃത്തികെട്ട വെള്ളമൊക്കെ നിൽക്കുന്ന സ്ഥലമില്ലേ, സോ ആ ഒരു റീജിയനിൽ ജീവിക്കുന്ന ആർക്കിബാക്ടീരിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെത്തനോജൻസ് എന്ന് വിളിക്കും. ഓക്കെ. സോ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെത്തനോജൻസിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീത്തേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെത്തനോജൻ ഈസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് മീത്തേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആർക്കിബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് feature is responsible for their survival in extreme condition. അത് എക്സ്ട്രീം കണ്ടീഷൻ എന്ന് ജീവിക്കണമെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ക്യാരക്ടറും കൂടെ ഉണ്ടാവണ്ടേ? ആ എക്സ്ട്രാ ക്യാരക്ടർ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൽ വാൾ മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ. അതിൻ്റെ ബോഡിയിലുള്ള സെൽ വാള് ബാക്കിയുള്ള ബാക്ടീരിയയുടെ സെൽ വാള് പോലെയല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സെൽ വാളാണ്. അതുകൊണ്ടാണ് അത് എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മെത്തനോജൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മെത്തനോജൻ മീത്തേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തനോജന് ഒരുപാട് ഈ പശു, ആട്, ഇങ്ങനെയൊക്കെയുള്ള ജീവിയുടെ, അതായത് കാറ്റൽസിന്റെ ഗട്ടിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഒരു പ്രത്യേകതരം ചേംബർ ഉണ്ട്. ആ ചേംബറിന്റെ പേരാണ് റൂമൻ. അതിനെന്ത് പറയും? റൂമൻ എന്ന് പറയും. സോ ആ റൂമനകത്ത് ഈ ഒരു മെത്തനോജൻ ബാക്ടീരിയയെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഈ ഒരു റൂമിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആ കൗഡങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റുക? മെത്തനോജനെ കാണാൻ പറ്റുക. കൗഡങ്കിൽ മെത്തനോജൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ കൗഡങ്ങൊക്കെ വെച്ചിട്ട് മീത്തേൻ ഗ്യാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോഗ്യാസ് പ്ലാന്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ബയോഗ്യാസ് പ്ലാന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു മീത്തേൻ ഗ്യാസിന് വേണ്ടിയിട്ടാണ്. മീത്തേൻ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ കുക്കിങ്ങിന്, ഇതിനെല്ലാത്തിനും നമ്മൾ ഈ ഒരു ബയോഗ്യാസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്. നെക്സ്റ്റ് യു ബാക്ടീരിയ ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? യു ബാക്ടീരിയ പറ്റിയിട്ട്. ദീസ് ആർ thousands of different യു ബാക്ടീരിയ. സോ there are thousands of different യു ബാക്ടീരിയ or true bacteria. യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ എന്നാണ് അർത്ഥം. വാട്ട് യു മീൻ ബൈ യു? യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രൂ. സോ ട്രൂ ബാക്ടീരിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? യു ബാക്ടീരിയ എന്ന് വിളിക്കും. സോ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ. അതിനെന്തുണ്ട്? റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. ആൻഡ് മൊട്ടൈൽ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണെങ്കിൽ, മൊട്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? മൂവബിൾ, അല്ലെ? ഒരു പ്ലേസിൽ നിന്നും ഇങ്ങൊരു പ്ലേസിലേക്ക് മൂവ് ആവാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയ ആണെങ്കിൽ അവർക്ക് ഫ്ലജെല്ല ഉണ്ടാകും. ഓക്കെ. സോ ഇതുപോലെ റോഡ് ഷേപ്പിലുള്ള ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയക്ക് ഇതുപോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു വാല് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ വാലിനെയാണ് നമ്മൾ ഫ്ലജെല്ല എന്ന് വിളിക്കുന്നത്. സോ ഈ ഫ്ലജെല്ല ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഒരു പ്ലേസിൽ നിന്നും ഇങ്ങൊരു പ്ലേസിലേക്ക് മൂവ് ആവാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബാക്ടീരിയയാണ്. യെസ്. ദീസ് ഹാവ് ക്ലോറോഫിൽ. സോ എന്താണ് നെക്സ്റ്റ് എന്താണ്? സോ ദ സൈനോബാക്ടീരിയ ഹാവ് chlorophyll A similar to green plants and are photosynthetic autotroph. അതായത് സൈനോബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റും യു ബാക്ടീരിയയില്. ഈ ഒരു ബാക്ടീരിയക്ക് എന്തുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്. എന്തുണ്ട്? ക്ലോറോഫിൽ എ എന്ത് ചെയ്യും? സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹെൻസ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. ഓക്കെ. ദ സൈനോബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ആയിരിക്കാം.
സൈനോബാക്ടീരിയ യൂണിസെല്ലുലാർ ആയിരിക്കാം, കൊളോണിയൽ ആയിരിക്കാം, ഫിലമെന്റസ് ആയിരിക്കാം. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ട് ഇതുപോലെ ഉണ്ടാവുക, കൊളോണിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഗ്രൂപ്പ് ആയിട്ടുള്ള സൈനോബാക്ടീരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിലമെന്റസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒന്നിന്റെ പുറകെ ഒന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാക്ടീരിയ വേണമെങ്കിലും ആകാം. Okay, so the colonies are generally surrounded by gelatinous sheath. So ഇങ്ങനെ colonies ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിന്റെ ചുറ്റും ഒരു gelatinous sheath ഉണ്ടാവും. Okay, so they often form blooms in polluted water bodies. So polluted water bodies, അതായത് ഒരു കുളം അല്ലെങ്കിൽ ചെറ ഇങ്ങനെയൊക്കെയുള്ള പ്ലേസസിൽ ഒരുപാട് കാലങ്ങളായി അത് ക്ലീൻ ചെയ്യാത്ത ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ അവിടെ എന്തായിട്ടുണ്ടാവും, ഈ ഒരു ആൽഗെ പോലെയുള്ള ഒരു ബ്ലൂമിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, എക്സസീവ് ആയിട്ടുള്ള, അതായത് അതിന്റെ സർഫേസ് മൊത്തം പച്ച കളറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗണിഷ് കളറിലൊക്കെ കാണാൻ പറ്റും. വൈ? ബിക്കോസ് ഈ ജിലാറ്റിനസ് ലെയർ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ആൽഗെ ഉണ്ട് അല്ലെങ്കിൽ സൈനോബാക്ടീരിയ ഉണ്ട്, ആ സൈനോബാക്ടീരിയന് ചുറ്റും ഈ ജിലാറ്റിനസ് ലെയർ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് വാട്ടർ ബോഡി ഫില്ലായി കിടക്കുകയാണ്. Okay, some of these organisms can fix atmospheric nitrogen in specialized cell called heterocyst. അതായത് ഈ ഒരു ഫിലമെന്റസ് സൈനോബാക്ടീരിയയില്, ഈ സൈനോബാക്ടീരിയയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കും. ഈ ഹെറ്ററോസിസ്റ്റിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഹെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തിട്ടോ നമ്മുടെ ബോഡിക്ക് വേണ്ട നൈട്രോജൻ ആക്കി മാറ്റില്ല. സോ അത് വേറെ ഏതെങ്കിലും ഫോമിൽ നമ്മുടെ ബോഡിക്ക് എൻ്റർ ആവണം. ഓക്കെ, സോ അങ്ങനെ വേറെ ഫോമിൽ ആക്കി മാറ്റാൻ ഈ ഹെറ്ററോസിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? നോസ്റ്റോക്ക്, അനബിന, ഇതെല്ലാം ഹെറ്ററോസിസ്റ്റിന്, അതായത് സൈനോബാക്ടീരിയ വിച്ച് കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ഇൻടു അബ്സോർബിൾ ലിവിങ് ഓർഗാനിസം അബ്സോർബ് ചെയ്യുന്ന നൈട്രോജൻ ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയാസ് ആണ്. ഓക്കെ, chemosynthetic autotroph bacteria oxidize various inorganic substances such as nitrate, nitrite and ammonia and use the released energy for ATP production. ഓക്കെ, സോ കീമോസിന്തറ്റിക് ബാക്ടീരിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവരെന്താ ചെയ്യുന്നത്? നൈട്രേറ്റ്, അമോണിയ, ഈ എല്ലാ മോളിക്യൂളിനെ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ആവുന്ന എനർജീനെ ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. Okay, they play a great role in recycling nutrients. So recycling nutrients ന് ഈ ഒരു മെത്തഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതോ ഓർഗാനിക് മാറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ചത്ത് വീഴുകയാണെങ്കിൽ അത് അതിൻ്റെ ബോഡിയിലുള്ള എലിമെന്റ്സ് ഒക്കെ എന്താവണം? പിന്നെയും മണ്ണിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ മണ്ണിലേക്ക് എത്തിച്ചേരാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോസസ്സ് നടത്തുന്ന ആളാണ് ഡീകമ്പോസേഴ്സ്. സോ ആ ഡീകമ്പോസേഴ്സിൽ ഈ ഒരു കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് വളരെ 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 ക്രൂഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രോജൻ, ഫോസ്ഫറസ്, സൾഫർ, ഇതെല്ലാം അയൺ, ഇതെല്ലാം എന്താവുന്നുണ്ട്? റീസൈക്കിൾ ആയിട്ട് പിന്നെയും ലിവിങ് സിസ്റ്റമിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ. സോ നമ്മുടെ നേച്ചറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയസിനെയാണ്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡീകമ്പോസേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. മെനി ഓഫ് ദം ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ അഫയേഴ്സ്. സോ ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. സോ ഒരുപാട് ബാക്ടീരിയാസ് നമുക്ക് ഹ്യൂമന് കമേഴ്ഷ്യലിയും അതുപോലെ തന്നെ എക്കണോമിക്കൽ ബെനിഫിറ്റ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കേർഡ് ചെയ്യുന്നത്. മിൽക്കിൽ നിന്നും
തൈരാക്കി മാറ്റുന്നതും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷനും നൈട്രോജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂമിനസ് പ്ലാന്റ്, അതായത് ബീൻസ്, പീ പ്ലാന്റ്, ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? റൂട്ടിൽ ഇതുപോലെ റൂട്ടിൽ ഒരുപാട് നൊഡ്യൂൾസ് കാണാൻ പറ്റും. ഈ നൊഡ്യൂൾസിനകത്ത് എന്തുണ്ടാവും? ബാക്ടീരിയ, നൈട്രോജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉണ്ടാവും. ആ ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജനെ കൺവേർട്ട് ചെയ്തിട്ട് വേറെ ഫോമിലാക്കി മാറ്റും. സോ ആ ഒരു ഫോമിലുള്ള നൈട്രോജൻ ആണ് ഈ പ്ലാന്റിലേക്ക് എൻ്റർ ആവുന്നത്. ആ പ്ലാന്റ് എന്ത് ചെയ്യും? വേറെ അനിമൽസിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, യെസ്. സി ദിസ് ഈസ് നോസ്റ്റോക്ക്. സി നോസ്റ്റോക്കിലെ ഹെട്രോസിസ്റ്റിനെ കണ്ടോ ഇവിടെ? ജിലാറ്റിനസ് ലെയറിനെ കണ്ടോ ഇവിടെ? യെസ്. ഓക്കെ, ദിസ് ഇസ് ഫിലമെന്റസ് ബാക്ടീരിയ ആണ്, സൈനോബാക്ടീരിയ ആണ്. സോ ദിസ് ഇസ് ഫിലമെന്റസ് സൈനോബാക്ടീരിയ. എക്സാമ്പിൾ നോസ്റ്റോക്ക് ആണ്. ഇവിടെ ഹെട്രോസിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹെട്രോസിസ്റ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ കൺവേർട്ട് ചെയ്യുന്ന ആള്. യെസ്. ഓക്കെ, നെക്സ്റ്റ്. Some are pathogen causing damage to human beings, crops, farm animals and pets. അല്ലേ? സി ഇപ്പോൾ ക്ലോറല്ല, ടൈഫോയിഡ്, ടെറ്റാനസ്, സിട്രസ് കാങ്കർ. സോ ഇതെല്ലാം എന്താണ്? ഡിസീസസ് ആണ്. ഈ ഡിസീസസിനൊക്കെ തരുന്ന ആൾ ആരാണ്? ദാറ്റ് ഈസ് ബാക്ടീരിയ. സോ ചില ബാക്ടീരിയസ് എന്താണ്? പാത്തോജൻ ആണ്, ഡിസീസിനെ കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ഓക്കെ, ബാക്ടീരിയ റിപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. ഫിഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. സോ ഇങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് സ്മോൾ ഒരു കുഞ്ഞു ഒരു ഒരു ചെറിയ ഒരു വരയെ പോലെ ഫാം ആവും നടുക്ക്. സോ ഇതുപോലെ ആ ഒരു ഡിപ്രഷൻ, അതായത് ഫറോ ഇങ്ങനെ ഡീപ്പായി പോകും. ഡീപ്പായി പോയിട്ട് രണ്ടായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ ഡീപ്പായി പോയിട്ട് ഇത് രണ്ടായിട്ട് മാറും. ഇതിന് നമ്മൾ എന്തെന്ന് പറയും? ഫിഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെ ഫിഷന് പോലെ ബാക്ടീരിയ ഡിവൈഡ് ആയിട്ട് രണ്ട് ബാക്ടീരിയ ആയിട്ട് മാറും. പക്ഷേ അൺഫേവറബിൾ കണ്ടീഷനിൽ, ഇത് ഫേവറബിൾ കണ്ടീഷനിൽ, ഇതിപ്പോൾ ഓക്സിജൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്, വാട്ടർ നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഫുഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു റിപ്രൊഡക്ഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അൺഫേവറബിൾ കണ്ടീഷനിൽ, അതായത് ഏതെങ്കിലും ഒരു സാധനം, അതായത് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, വാട്ടർ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ചെയ്യും. ഓക്കെ, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ചെയ്യും. അതായത് ഒരു ബാക്ടീരിയ ഇങ്ങനൊരു ബാക്ടീരിയയുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഒരു ബാക്ടീരിയ ഇങ്ങനൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് രണ്ട് ജനറ്റിക് മെറ്റീരിയൽ ഒരു ബാക്ടീരിയക്ക് തന്നെ കാണാൻ പറ്റും. സോ ഈ ഒരു ബാക്ടീരിയ എന്നിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട്, അതായത് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും അതിൻ്റെ ലൈഫിനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്തെന്ന് പറയും? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്ന് പറയും. കോൺജുഗേഷൻ, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ, സോ നെക്സ്റ്റ് ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുമുണ്ട്. അതായത് സൈനോബാക്ടീരിയയെ പറ്റി പഠിച്ചു, ആർക്കിബാക്ടീരിയയെ പറ്റി പഠിച്ചു. സോ അതുപോലെ തന്നെ യൂബാക്ടീരിയയിലെ ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്, ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മയ്ക്ക് മാത്രമാണ് മൊനേറ ഗ്രൂപ്പിൽ സെൽ വാൾ ഇല്ലാത്തത്. ഓക്കെ, സെൽ വാൾ ഇല്ലാത്തത്. സോ ഇത് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്, പക്ഷെ ഇതിന് സെൽ വാൾ ഇല്ല. ഓക്കെ, ദിസ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ സോ ഫാർ നോൺ. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും കുഞ്ഞു സെല്ല് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മം ആണ്. ഇതിൽ 0.3 മൈക്രോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു സൈസ്. വളരെ കുഞ്ഞു ഒരു ഓർഗാനിസം ആണ്. ഓക്കെ, സോ ഈ ഒരു ഓർഗാനിസം വിത്തൗട്ട് ഓക്സിജൻ സർവൈവ് ചെയ്യും. ഓക്സിജൻ ഇല്ല എങ്കിലും സർവൈവ് ചെയ്യും. ആൻഡ് ദേ ആർ പാത്തോജനിക്, അതായത് ഡിസീസ് കോസിങ് ഓർഗാനിസം ആണ്. ആനിമൽസിൽ മാത്രമല്ല പ്ലാന്റ്സിനും ഈ ഒരു ഓർഗാനിസം ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് കിങ്ഡം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊട്ടിസ്റ്റയാണ്. ഓക്കെ, പ്രൊട്ടിസ്റ്റ കിങ്ഡമിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ആൾ സിംഗിൾ സെൽഡ് യൂകാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ പ്രൊട്ടിസ്റ്റ. അതായത് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം ഒക്കെ
സിംഗിൾ സെല്ലേ ഉള്ളൂ, പക്ഷെ അത് യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണെങ്കിൽ അതെല്ലാം കംസ് അണ്ടർ പ്രൊട്ടിസ്റ്റയാണ്. പക്ഷേ ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഇല്ല. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ഉണ്ടെങ്കിലേ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരു ബൗണ്ടറി ഇതിന് ഇല്ല. ഓക്കെ, വാട്ട് മേ ബി ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റിയൻ to one biologist may be plant. ഓക്കെ, സോ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടിസ്റ്റ ചിലപ്പോൾ ചില ബയോളജിസ്റ്റിന് അത് പ്ലാന്റ് ആയിട്ടുണ്ടാവുക, ചിലപ്പോൾ അത് പ്രൊട്ടിസ്റ്റ തന്നെ ആയിരിക്കാം വേറെ ഒരു ബയോളജിസ്റ്റിന്. ഇൻ ദിസ് ബുക്ക് വി ഇൻക്ലൂഡ് ക്രൈസോഫൈറ്റ, ഡൈനോഫ്ലജല്ലൈറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻ അണ്ടർ പ്രൊട്ടിസ്റ്റ. സോ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്രൈസോഫൈറ്റ, ഡൈനോഫ്ലജല്ലൈറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ്, പ്രോട്ടോസോവൻ എന്ന് പറയുന്ന 5 ഗ്രൂപ്പിനെയാണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു കിങ്ഡമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് പ്രൊട്ടിസ്റ്റ ആർ പ്രൈമറിലി അക്വാട്ടിക്. അതായത് മെയിൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്. ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് അതർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗൈ. സോ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സോ ഇത് സെൽ വാളുണ്ടോ, ഇത് പ്ലാന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ചില ഓർഗാനിസമിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ആനിമലിനെ പോലെ തോന്നുന്നുണ്ടല്ലോ, ചില ഓർഗാനിസമിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് ഫംഗയെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നി തുടങ്ങും. വൈ? ബിക്കോസ് ഒരുപാട് ക്യാരക്ടേഴ്സ് ആ ഒരു ഹയർ ഓർഗാനിസമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ connecting link between fungi, animal and plants. Yes, being eukaryotics, the protozoan cell body containing a well-defined nucleus and other membrane-bound organelle. ഇതിൽ നമുക്ക് membrane bound organelle അതുപോലെ തന്നെ ന്യൂക്ലിയസും കാണാൻ പറ്റും. Some have flagella ആൻഡ് സീലിയ. ഓക്കെ, ഫ്ലജല്ലയും സീലിയയും ഉണ്ടെങ്കിൽ അത് മൊട്ടൈൽ ആയിരിക്കും, ഫ്ലജല്ല സീലിയ ഇല്ലെങ്കിൽ അത് നോൺ മൊട്ടൈൽ ഓർഗാനിസംസ് ആയിരിക്കും. പ്രൊട്ടിസ്റ്റ പ്രൊഡ്യൂസ് അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ ബൈ എ പ്രോസസ് ഇൻവോൾവ് ഇൻ സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. ഓക്കെ, സോ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതുകൂടാതെ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, 2 സെല്ല് ഫ്യൂഷൻ ആയിട്ട് സൈഗോട്ട് ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തോണ്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ക്രൈസോഫൈറ്റയാണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ക്രൈസോഫൈറ്റ. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് ഡയറ്റം ആൻഡ് ഗോൾഡൻ ആൽഗേ. ഓക്കെ, ഗോൾഡൻ ആൽഗയുടെ ഇങ്ങൊരു പേരെന്താണ്? ഡെസ്മിഡ്സ്. ഓക്കെ, ഡയറ്റമും ഡെസ്മിഡും ആണ് ക്രൈസോഫൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് മറൈൻ എൻവയറൺമെന്റ്. അതായത് ഫ്രഷ് വാട്ടറിലും നമുക്ക് കാണാൻ പറ്റും, ഓക്കെ, ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, മറൈനിലും നമുക്ക് ഈ ഒരു ഓർഗാനിസമിനെ കാണാൻ പറ്റും. ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറന്റ്. അതായത് പ്ലാങ്ക്ടോൺസ് ആണ്. സി, വാട്ടർ കറന്റിൽ മൂവ് ആവുന്നത്. അതായത് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലജല്ല സീലിയ എന്ന് പറയുന്ന ഒരു ലോക്കോമോട്ടറി ഓർഗൻ ഉണ്ടാവില്ല. ഇത് വാട്ടറിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആ വാട്ടർ എങ്ങനെയാണ് മൂവ് ആവുന്നത് അതിന്റെ ബേസിസിൽ ഇതും ഈ ഒരു ഓർഗാനിസവും മൂവ് ആവും. അത് തെക്കിലോട്ട് പോവുകയാണെങ്കിൽ വാട്ടർ ഇങ്ങനെ തെക്കോട്ട് പോവുകയാണെങ്കിൽ ഇതും ഓർഗാനിസമും അതേ ഭാഗത്തോട്ട് പോകും. അല്ല വേറെ ഏതെങ്കിലും ഡൈവേർഷൻ എടുക്കുകയാണെങ്കിൽ അതുപോലെ പോകും. സോ വാട്ടർ കറന്റ് എങ്ങനെയാണോ മൂവ് ആവുന്നുള്ളത് ആ ഒരു ബേസിസിൽ ഈ ഒരു ഓർഗാനിസമും മൂവ് ആവും. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്ലാങ്ക്ടോൺസ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, കൂടുതലും നമുക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ് ക്രൈസോഫൈറ്റിൽ കാണാൻ പറ്റുന്നത്. ഇൻ ഡയറ്റംസ് സെൽ വാൾ ഫോം 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്. ഓക്കെ, സോ നമുക്ക് ഒരു സോപ്പ് ബോക്സിനെ പോലെ കാണാൻ പറ്റും. ഓക്കെ, സോപ്പ് ബോക്സിനെ പോലെ ഒരു താഴെ ഒരു ഭാഗം ഉണ്ടാവും, മുകളിൽ കവർ ചെയ്യുന്ന പോലെ ഒരു ഭാഗം ഉണ്ടാവും. സോ ദീസ് 2 ആർ സെൽ വാൾ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സെൽ വാൾ ആണ്. ദ വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? സിലിക്ക കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ദസ് ദ വാൾ ഈസ് ഇൻഡസ്ട്രക്റ്റബിൾ. അതിന് പെട്ടെന്നൊന്നും നമുക്ക് അതിനെ കേടാക്കാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. ആൻഡ് ദസ് ഡയറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ്
in their habitat. This accumulation over billions of years is referred to as diatomaceous earth. So അതായത് വർഷങ്ങളോളം കാലം ഈ ഒരു സെൽ വാള് ഇങ്ങനെ അടിഞ്ഞുകൂടി ചത്തുപോയതിനു ശേഷവും ഈ സിലിക്ക അങ്ങനെ ബാക്കി കാണുമല്ലോ. ആ സിലിക്കയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ ഡയറ്റം ചത്തതിന് ശേഷവും സെൽ വാൾ അങ്ങനെ ബാക്കിയാവുകയാണ്. അത് പെട്ടെന്നൊന്നും നശിക്കുന്നില്ല. അതിങ്ങനെ സീയുടെ ലാസ്റ്റ് അടിഭാഗത്തിൽ ഇങ്ങനെ വന്നിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലം കൊണ്ട് കിടക്കുന്ന ഈ ഒരു സെൽ വാൾ ഒരു തിക്കായിട്ടുള്ള ഒരു ബെഡ് പോലെ ഫോം ആയിരിക്കുകയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത്. Okay, being gritty, this soil is used in polishing, filtration of oil and syrup. ഓക്കെ, ഇതിൻ്റെ യൂസ്ഫുൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോളിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽട്രേഷൻ ഓഫ് ഓയിൽ, സിറപ്പ്, ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഡയറ്റമേഷ്യസ് എർത്തിലുള്ള സിലിക്കേനെ യൂസ് ചെയ്യുന്നുണ്ട്. ഡയറ്റംസ് ആർ ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻ. ഓക്കെ, ഓട്ടോട്രോഫിക് ആയതുകൊണ്ട് തന്നെ ഇത് ചീഫ് പ്രൊഡ്യൂസർ ഇൻ ഓഷൻസ് ആണ്. സോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. യെസ്, ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡൈനോഫ്ലജെല്ലേറ്റ്. Okay, dinoflagellate. So these organisms are mostly marine and photosynthetic. ഇതും photosynthetic ആണ് ആൻഡ് കൂടുതലും നമുക്ക് മറൈൻ വാട്ടറിലാണ്, അതായത് കടലിലാണ് നമുക്ക് ഇതിനെ കൂടുതലും കാണാൻ പറ്റുന്നത്. They appear yellow, green, brown, blue, red depends on the main pigment present in them. ഓക്കെ, ആ ഒരു സെല്ലിനകത്ത് ഏത് പിഗ്മെന്റ് ആണോ കൂടുതലുള്ളത് അതിന്റെ ബേസിസിൽ ആ ഒരു ഓർഗാനിസം ആ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സെൽ വാൾ ഹാസ് എ സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്. അതായത് സെൽ വാളിലുള്ളത് എന്താണ്? സെല്ലുലോസ് പ്ലേറ്റ് ആണ്. ഓക്കെ, ഔട്ടർ സർഫേസിൽ എന്താണ് ഉണ്ടാവുക? സെല്ലുലോസ് പ്ലേറ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജെല്ല. സോ അതാണ് ഡൈനോഫ്ലജെല്ല. രണ്ട് ഫ്ലജെല്ലയുള്ള ഓർഗാനിസം ആണ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് ആൻഡ് അനദർ ഒന്ന് ട്രാൻസ്ഫർ ആണ്. അതായത് ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ? യെസ്, ഒന്ന് ഓക്കെ, ഇതുപോലെ ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ രണ്ടാമത്തത് ഇതുപോലെ ട്രാൻസ്ഫർ ആയിട്ടും നമുക്ക് ഒരെണ്ണം, അതായത് ട്രാൻസ്വേഴ്സ്ലി കവർ ആയ പോലെയും ഒരു ഫ്ലജെല്ല ഉണ്ടാവും. ലോഞ്ചിറ്റ്യൂഡിലായിട്ടും ഒരു ഫ്ലജെല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇൻ ദി ഫറോ ബിറ്റ്വീൻ ദി സെൽ പ്ലേറ്റ്, അതായത് ഇതൊരു പ്ലേറ്റ് ആണ്, ഇതിന്റെ നടുക്ക് നമുക്ക് ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ഒരു ഫ്ലജെല്ലയും കൂടെ കാണാൻ പറ്റും. ഓക്കെ, സോ റെഡ് ഡൈനോഫ്ലജെല്ലേറ്റ് undergo such rapid multiplication. ഓക്കെ, സോ റെഡ് കളറിലുള്ള, അതായത് ഗൈനോലാക്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം റാപ്പിഡായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്തു മാക്സിമം നമ്പർ ഒരുപാട് ഡൈനോഫ്ലജെല്ലേറ്റിനെ ഉണ്ടാക്കും. സോ ഇത് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റെഡ് ടൈഡ് എന്ന് വിളിക്കും. സോ ഒരു സീൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ കംപ്ലീറ്റ്ലി റെഡ് കളറിലായിട്ട് കാണുക, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റെഡ് ടൈഡ് എന്ന് വിളിക്കും. സോ ഈ ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടോക്സിൻസ് എന്ന് വിളിക്കും. സോ ഇങ്ങനെ ഈ ഒരു കെമിക്കലിനെ പ്രൊഡ്യൂസ് ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഭാഗത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ഓർഗാനിസം എന്താവും? മരിച്ചു പോകും, ചത്തുപോകും. ഓക്കെ, സോ it will kill the other marine organisms such as fishes. So this is about dinoflagellate. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം റെഡ് ടൈഡിനെ പറ്റിയിട്ടാണ്. ഓക്കെ, റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ആരാണ്? ഗോനിയോലാക്സ്. ഓക്കെ, ഗോനിയോലാക്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്. ദീസ് ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് റെഡ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്, റെഡ് കളർ ബിക്കോസ് ഓഫ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, യൂഗ്ലിനോയിഡ്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം. യൂഗ്ലിനോയിഡ് കൂടുതലും നമുക്ക് ഫ്രഷ് വാട്ടറിലുള്ള ഓർഗാനിസം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് റിവറിലൊക്കെ അല്ല, അതായത് പുഴയിൽ നമുക്ക് കാണുന്നത് വളരെ കുറവാണ്. കൂടുതലും യൂഗ്ലിനോയിഡ് നമുക്ക് കാണാൻ പറ്റുന്നത് കുളത്തിലും ചെറയിലും ഇതിലൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ ദേ ഹാവ് പ്രോട്ടീൻ റിച്ച് ലെയർ. അതായത് സെൽ വാളിന് പകരമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പെലിക്കൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. സെൽ വാൾ എന്ന് പറയുമ്പോൾ റിജിഡ് ആണല്ലോ,
സെൽ വാൾ എന്ന് പറയുമ്പോൾ റിജിഡ് ആണ്, അത് മടക്കാനും അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ഓർഗാനിസം എന്താണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മേഡപ്പ് ഓഫ് പെലിക്കൽ. ആ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? പെലിക്കൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ദേ ഹാവ് 2 ഫ്ലജല്ല. ഒരു ഫ്ലജല്ല ഷോർട്ടർ ആണ്, ഇത്ര നീളേ ഉള്ളൂ. ഇങ്ങനൊരു ഫ്ലജല്ല കുറച്ചുകൂടെ ലെങ്തിയർ ആണ്. ഓക്കെ, 2 ഫ്ലജല്ല ഉണ്ട്, ഒന്ന് ലോങ്ങും ഇനിയൊന്ന് ഷോർട്ടും ആണ്. ദോ ദേ ഹാവ് ഫോട്ടോസിന്തറ്റിക് ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്, ദേ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ്, ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോഫ്. സോ സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് അത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടും സൺലൈറ്റ് കിട്ടാത്ത സമയത്ത് അത് ഹെറ്ററോട്രോഫ് ആയിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, so by predating other organisms, so they are predator also. Okay, sunlight കിട്ടുന്ന സമയത്ത് അത് ഫോട്ടോട്രോപിക് ആണ്, സൺലൈറ്റ് കിട്ടാത്ത സമയത്ത് അവരൊരു പ്രിഡേറ്റർ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്ലി ദ പിഗ്മെന്റ്സ് ഓഫ് യൂഗ്ലിനോയിഡ് ആർ ഐഡന്റിക്കൽ ടു ദോസ് പ്രസന്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. അതായത് ക്ലോറോഫിൽ എ എന്നൊക്കെ പറയുന്നില്ലേ, സോ അതുപോലത്തെയുള്ള സ്ട്രക്ചറാണ് നമുക്ക് ഈ യൂഗ്ലിനോയിഡിലും കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ യൂഗ്ലീന. ഓക്കെ, എക്സാമ്പിൾ ഏതാണ്? യൂഗ്ലീനയാണ്. യെസ്, നെക്സ്റ്റ് സ്ലൈം മോൾഡ്. ഓക്കെ, സോ അതായത് പ്രൊട്ടിസ്റ്റയിലെ മൂന്നാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡ് ആർ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ്. ഓക്കെ, സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് ആണ്. ഓക്കെ, ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് twig and leaves engulfing organic material. അതായത് ബോഡി എന്താവും, മെല്ലെ 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 നുഴഞ്ഞിട്ട് എവിടെയൊക്കെ അഴുകിയ ഇലകളോ അതുപോലെ തന്നെ തടിയോ കൊമ്പോ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ ഫുഡായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം അഗ്രിഗേഷൻ. സോ സൂട്ടബിൾ കണ്ടീഷനിൽ, ഫേവറബിൾ കണ്ടീഷനിൽ എല്ലാ ഫുഡും ഓക്സിജനും എല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വലിയ ഒരു മാസ് പോലെ ഫോം ആവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. ഓക്കെ, ഈ പ്ലാസ്മോഡിയം സെവറൽ ഫീറ്റ് വരെ വളരും, നല്ല ലെങ്തി ആയിട്ട് വളരും. ഓക്കെ, ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ഇൻടു ഫ്രൂട്ടിംഗ് ബോഡീസ്. സോ ഇതിനകത്ത് ഒരുപാട് ഫ്രൂട്ടിംഗ് ബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും അൺഫേവറബിൾ കണ്ടീഷനിൽ. ഫേവറബിൾ കണ്ടീഷനിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ലെങ്തി ആയിട്ട് സെവറൽ ഫീറ്റ് വരെ ലെങ്തി ആയിട്ട് വളരും. അൺഫേവറബിൾ കണ്ടീഷനിൽ അതിൻ്റെ ബോഡിക്കകത്ത് ഫ്രൂട്ടിംഗ് ബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്രൂട്ടിംഗ് ബോഡീസ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോർസ് എവിടെയൊക്കെ പോയി വീഴുന്നുണ്ടോ അവിടെയൊക്കെ പുതിയ ഒരു സ്ലൈം മോൾഡ് പ്രൊഡ്യൂസ് ആകും. ഓക്കെ, യെസ്. So ഇതിന് ട്രൂ വാൾസ്, the spores possess true walls. They are extremely resistant and survive many years. So ഇതിന് ഒരു സെൽ വാൾ ഉണ്ട്. ആ സെൽ വാള് ഇങ്ങനെ അൺഫേവറബിൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വർഷങ്ങൾ വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. സോ എപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ വരുമോ അപ്പോൾ അത് പുതിയ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം പ്രോട്ടോസോവൻസ്. ഓക്കെ, പ്രോട്ടോസോവൻസ്. ആൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോഫ്സ് ആൻഡ് ലിവ് ആസ് പ്രിഡേറ്റർ ഓർ പാരാസൈറ്റ്. ഓക്കെ, എല്ലാ പ്രോട്ടോസോവനും ഹെറ്ററോട്രോഫ്സ് ആണ്. യാതൊരു പ്രോട്ടോസോവിനും എന്തില്ല, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ എല്ലാ ഓർഗാനിസമും ജീവിക്കുന്നത്. ആൻഡ് ദേ ആർ ബിലീവ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് അനിമൽസ്. അതായത് അനിമൽസിൻ്റെ ആൻസെസ്ട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ സിമിലാരിറ്റി പ്രോട്ടോസോവിന് തമ്മിലുണ്ട്. ദേ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് പ്രോട്ടോസോവൻസ്. 4 ടൈപ്പ് ഓഫ് പ്രോട്ടോസോവനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ അമീബോയിഡ് പ്രോട്ടോസോവൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസ്. സോ ഈ ഒരു ഓർഗാനിസം യൂഷ്വലി ഫ്രഷ് വാട്ടറിലാണ് കാണാൻ പറ്റുക. ഓക്കെ, മോയിസ്റ്റ് സോയില്, സീ വാട്ടറിൽ, ഇവിടെ എല്ലാത്തിലും നമുക്ക് ഈ ഒരു അമീബോയിഡ് പ്രോട്ടോസോവനെ കാണാൻ പറ്റും. ആൻഡ് ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിംഗ് ദെയർ സൂഡോപോഡിയ. സൂഡോപോഡിയ എന്ന് പറയുന്നത് ഫാൾസ് ഫ്രൂട്ട് ആണ്. ഫാൾസ് ഫീറ്റ് ആണ്, ഫ്രൂട്ട് അല്ല, ഫീറ്റ് ആണ്. അതായത് ഇതുപോലെയുള്ള ഒരു
ലെഗ് ഇല്ലാത്ത ഒരു ഓർഗാനിസമാണ്. പക്ഷെ ലെഗ്, അതായത് ഫാൾസ് ലെഗ് ഉണ്ടാവും. അതായത് ഇവിടെ എവിടെയെങ്കിലും അതായത് ഫുഡ് ഉണ്ടെങ്കിൽ ആ ഫുഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ഫാം ആകും. ആ എക്സ്റ്റൻഷൻ പോയിട്ട് ആ ഫുഡിനെ എൻഗൾഫ് ചെയ്യും. ഓക്കെ, സോ മെറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽ. ഓക്കെ, മെറൈൻ ഫോമിൽ എന്ത് കാണാൻ പറ്റും? സിലിക്ക ഷെല്ല് കാണാൻ പറ്റും. ആൻഡ് സം ഓഫ് ദം സച്ച് ആസ് എൻറ്റാമീബ ആർ പാരാസൈറ്റ്. ചിലതൊക്കെ എന്താണ്? പാരാസൈറ്റ്സ്. നമുക്ക് ചില സമയത്ത് അമീബോയിഡ് ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു അസുഖം വരാറുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷൻ ആണ്. ആ ലൂസ് മോഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റാമീബ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവന്റെ ഇൻഫെക്ഷൻ കാരണമാണ്. ഓക്കെ, സോ ആ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ലൂസ് മോഷൻ എന്ന് പറയുന്ന ഒരു അസുഖം കൂടെ വരും. ഓക്കെ, സോ നെക്സ്റ്റ് വന്ന ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഐദർ ഫ്രീ ലിവിങ് ഓർ പാരാസൈറ്റ്. സോ ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുന്നത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ആൻഡ് ചിലപ്പോൾ നമുക്ക് പാരാസൈറ്റിക് ഉള്ള ഓർഗാനിസം ആയിട്ടും കാണാൻ പറ്റും. ഇവരിൽ നമുക്ക് ഫ്ലജല്ലയെ കാണാൻ പറ്റും. ഫ്ലജല എന്ന് പറയുന്നത് ലോക്കോമോട്ടറി ഓർഗൻ ആണ്. യെസ്, ആൻഡ് പാരാസൈറ്റ് ഫോം ദേ ഫോം, അല്ലെങ്കിൽ പാരാസൈറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് സിക്നെസ് ആണ്. ഓക്കെ, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സിക്നെസ് ആണ്. ഈ ഒരു സിക്നെസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപ്പനോസോമ എന്ന് പറയുന്ന ഒരു ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോവിന്റെ ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു അസുഖം വരുന്നത്. ഓക്കെ, ട്രൈപ്പനോസോമ. ഓക്കെ, ട്രൈപ്പനോസോമ എന്ന് പറയുന്നത് ഓർഗാനിസമിന്റെ പേരാണ്. യെസ്, ട്രൈപ്പനോസോമ സ്ലീപ്പിംഗ് സിക്നെസ്സിനെ കോസ് ചെയ്യുന്നുണ്ട്. യെസ്, അടുത്തത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ദീസ് ആർ അക്വാറ്റിക് actively moving organism. Because of the presence of thousands of cilia, they have a cavity. So ഇത് ഞാൻ പറയാൻ വിട്ടുപോയല്ലോ. അതായത് ഈ ഒരു ഓർഗാനിസമിനെ കാണുന്നുണ്ടോ? സി, ഇതിന് ചുറ്റും നമുക്ക് തൗസൻഡ്സ് ഓഫ് സീലിയനെ കാണാൻ പറ്റും. ഓക്കെ, സോ they have a cavity. സോ നടുക്കൊരു ക്യാവിറ്റിയെ കാണാൻ പറ്റും. അതിനെ നമ്മൾ ഗല്ലറ്റ് എന്ന് പറയും. that open outside the സെൽ സർഫേസിന്റെ പുറത്തേക്ക് അത് ഓപ്പൺ ആണ്. ദ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് റോസ് ഓഫ് സീലിയ കോസസ് വാട്ടർ ലെൻഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റിർഡ് ഇൻ ടു ദി ഗല്ലറ്റ്. എക്സാമ്പിൾ പാരമീഷ്യം. അതായത് ആ ഗല്ലറ്റ് എന്ന് പറയുന്നത് ഒരു നടുക്കുള്ള ഒരു ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിയിലേക്ക് എന്താവുന്നുണ്ട്? വാട്ടർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. വാട്ടർ വരുന്നതിൽ കൂടെ ഫുഡും കൂടെ വരും. ഫുഡിനെ വരുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അത് ഫുഡ് കഴിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് സ്പോറോസോവൻ ആണ്. ദിസ് includes diverse organisms that have infectious spores. So അതായത് എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ മലേറിയ ആണ്. സോ മലേറിയയിലെ സ്പോർസ്, അതായത് മലേറിയക്ക് 2 ഹോസ്റ്റ് ആണുള്ളത്. ഒന്ന് മസ്കിറ്റോ, ഇനി ഒന്ന് ഹ്യൂമൻസ്. ഓക്കെ, മസ്കിറ്റോയിൽ ഒരു സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻസിലും ഒരു സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പോർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. Okay, so this is about sporozoans. So there are 4 types. ഒന്ന് amoeboid, രണ്ടാമത്തേത് flagella, മൂന്നാമത്തേത് ciliated, and fourth one is sporozoans. Yes, okay, sporozoansൽ locomotory organ ഇല്ല. Yes, next kingdom നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? കിങ്ഡം ഫംഗൈ കുറിച്ചാണ്. Okay, fungi. The fungi constitute a unique kingdom of heterotrophic organism. ഇത് heterotrophic organism നെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. They show a great diversity in morphology and habitat. So അതിന്റെ മോർഫോളജിയും ഹാബിറ്റാറ്റും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മോർഫോളജി എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്നത്, ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ജീവിക്കുന്നത് അത്. സോ ഹാബിറ്റാറ്റും മോർഫോളജിയിലും ഒരുപാട് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. യു must have seen fungi on moist bread, അല്ലെ? സോ ഒരു ബ്രെഡിനൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം അത് നിൽക്കും? 2-3 ദിവസം അല്ലേ? 4ാമത്തെ ദിവസം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ബ്രൗൺ കളറിൽ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫംഗൈ. ഓക്കെ, സോ ആൻഡ് റോട്ടൺ ഫ്രൂട്ട്സ്, അതായത് ചീത്തയായ ഫ്രൂട്ട്സിന്റെ മുകളിലൊക്കെ നമുക്ക് ഈ ഒരു ഫംഗൈനെ കാണാൻ പറ്റും. ദ കോമൺ മഷ്റൂം യു ഈറ്റ് ആൻഡ് ടോസ്റ്റൂൾ ആർ ഓൾസോ ഫംഗൈ. സോ നമ്മൾ കഴിക്കുന്ന ചില ഫുഡും ഫംഗൈ ആണ്. വൈറ്റ് സ്പോട്ട്
seen on mustard leaves are due to parasitic fungus. ചിലത് പാരാസൈറ്റിക് ആണ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഏതാണ്? വൈറ്റ് സ്പോട്ട് എന്താ ലീഫ് ഓഫ് മസ്റ്റർഡിന്റെ, അതായത് എന്താ കടുകിന്റെ ലീഫിന്റെ മുകളിൽ വൈറ്റ് കളർ പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. ആ വൈറ്റ് കളർ പാച്ചസ് എന്തുകൊണ്ടാണ്? ഡിസീസ് ആണ്. ഇതൊരു ഡിസീസ് ആണ്. ഏത് ഡിസീസ് ആണ്? വൈറ്റ് സ്പോട്ട് ഡിസീസ് ആണ്. എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഫംഗൈ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. യെസ്, സോ സം യൂണിസെല്ലുലാർ ഫംഗൈ ദാറ്റ് ഈസ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെ, ബേക്കറി പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ യൂസ് ചെയ്യാറുണ്ട്. അതർ ഫംഗൈ കോസസ് ഡിസീസ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽസ്. വീറ്റ് റസ്റ്റ് കോസിങ് പുക്സീനിയ, അതായത് വീറ്റ് റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് പുക്സീനിയ എന്ന് പറയുന്ന ഒരു ഫംഗൈ ആണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ സം ആർ സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്. ചിലതൊക്കെ ആൻറ്റിബയോട്ടിക് ആണ്. എക്സാമ്പിൾ പെനിസിലിയം. സോ പെനിസിലിൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പെനിസിലിൻ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെനിസിലിയം എന്ന് പറയുന്ന ആ ഒരു ഫംഗയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന കെമിക്കലാണ് പെനിസിലിൻ. സോ ആ ഒരു പെനിസിലിൻ നമ്മളുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസമിനൊക്കെ കില്ല് ചെയ്തിട്ട് നമ്മുടെ പനീനെ ദൂരെ അകറ്റും. Okay, so fungi are cosmopolitan and occur in air, water, soil and other animals and plants. So fungi എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ആണ്. എവിടെയും കാണാൻ പറ്റും. യെസ്, സോ they prefer to grow in warm and humid places. So നിങ്ങളിത് ഓർത്ത് വെക്കുക, വാമും ഹ്യൂമിഡും ഉള്ള ആ ഒരു പ്ലേസസിലാണ് നമുക്ക് കൂടുതലും എന്ത് കാണാൻ പറ്റുന്നത്? ഈ ഒരു ഫംഗൈനെ കാണാൻ പറ്റുന്നുണ്ട്. ഹാവ് യു എവർ വണ്ടേർഡ് വൈ വി കെപ്റ്റ് ഫുഡ് ഇൻ റെഫ്രിജറേറ്റർ? എന്തിനാണ് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കുന്നത്? ബിക്കോസ് വാമായിട്ടും അതുപോലെ തന്നെ ഒരു ഹ്യൂമിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡിന് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫംഗൈ അതിൽ ഗ്രോ ആകും. ഓക്കെ, വൈ? ബിക്കോസ് സ്പോർസ് ഒക്കെ ഈ ഒരു എയറിൽ നമുക്ക് കാണാൻ പറ്റും. ആ എയറിന്ന് വീണ ആ സ്പോർസ് ഈസി ആയിട്ട് ഫുഡൊക്കെ കിട്ടുമ്പോൾ അവിടെ വളരാൻ തുടങ്ങും. യെസ്, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് റെഫ്രിജറേറ്ററിൽ വെക്കുന്നത്. റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ വാം കിട്ടില്ല, കോൾഡ് ആവും അല്ലെ. കോൾഡ് ഏരിയയിൽ ഉണ്ടാകുമ്പോൾ ഫംഗൈ അത്ര ഈസി ആയിട്ട് വളരില്ല. Yes, so next, with the exception of yeast which are unicellular, fungi are filamentous. Fungi ഒക്കെ filamentous ആണ്. ഈസ്റ്റിനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് filamentous ആയിട്ടാണ് കാണാൻ പറ്റുക. Their body consists of long slender thread like structure are continuous കോൾഡ് ഹൈഫെ. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഹൈഫൈ എന്ന് വിളിക്കും. ഹൈഫെ നെറ്റ്വർക്ക് പോലെ ഉണ്ടെങ്കിൽ, ഒരുപാട് ഹൈഫെ ഒന്നിനൊന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മൈസീലിയം എന്ന് വിളിക്കും. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? മൈസീലിയം എന്ന് വിളിക്കും. സം ഹൈഫെ ആർ കണ്ടിന്യൂസ് ട്യൂബ് ഫിൽഡ് വിത്ത് മൾട്ടിന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ദീസ് ആർ കോൾഡ് സീനോസൈറ്റിക് ഹൈഫെ. അതായത് ചില ഹൈഫയൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ ഹൈഫയൊക്കെ ഒരുമിച്ച് ഒന്നിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാവും. സോ ഇവിടെ ഒരുപാട് ന്യൂക്ലിയസ് ഒരുമിച്ച് കാണുന്ന പോലെ ഉണ്ടാവും. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സീനോസൈറ്റിക് എന്ന് വിളിക്കും. ഓക്കെ, സോ ചിലതിൽ നമുക്ക് ക്ലിയർ കട്ട് സെപ്റ്റ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ സെപ്റ്റ കാണാൻ പറ്റും. അങ്ങനെ സെപ്റ്റ കാണുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും? സെപ്റ്റേറ്റ്. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സെപ്റ്റേറ്റ് ഹൈഫെ എന്ന് വിളിക്കും. ഓക്കെ, സോ ദ സെൽ വാൾ ഓഫ് ഫംഗൈ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. ഓക്കെ, പോളിസാക്കറൈഡ് ആൻഡ് chitin is the content അല്ലെങ്കിൽ component for cell wall. Okay, most fungi are heterotrophic and absorb soluble organic material from dead substrate and hence are called saprophytic. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസമിന്റെ മുകളിൽ വളരുന്ന ഫംഗൈനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കും. those that depends on living organism, അതിന് നമ്മൾ പാരാസൈറ്റ് എന്ന് വിളിക്കും. വേറെ ഏതെങ്കിലും ഓർഗാനിസമിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഫംഗൈ ആണെങ്കിൽ അതിന് നമ്മൾ ലൈക്കൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ലൈക്കൻ, മൈക്കോറൈസ എന്നൊക്കെ വിളിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് സിംബയോൺസ്.
സോ കോമൺ ആയിട്ട് നമ്മൾ സിംബയോൺസ് എന്ന് വിളിക്കും. ലൈക്കൻ എന്ന് പറയുന്നത് ആൽഗിന്റെ കൂടെ കമ്പൈൻ ചെയ്ത ഒരു ഫംഗൈ ആണ്. മൈക്കോറൈസ എന്ന് പറയുന്നത് റൂട്ടിന്റെ കൂടെ, ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടിന്റെ കൂടെ കമ്പൈൻ ചെയ്ത ഒരു ഫംഗൈ ആണ്. യെസ്, so reproduction of fungi can takes place by vegetative means. So vegetative means എന്ന് പറയുമ്പോൾ ഇതാണ് ഹൈഫ അല്ലെ. സോ ഈ ഹൈഫയുടെ ഒരു പാർട്ട് ഇങ്ങനെ കട്ടായി പോകുകയാണ്. കട്ടായി പോയിട്ട് ഇതൊരു ന്യൂ ഫംഗൈ ആയിട്ട് വളരും, ഇതൊരു ന്യൂ ഫംഗൈ ആയിട്ട് വളരും. ഇതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈഫൈ ഇങ്ങനെ നടുക്കൊരു ചെറിയൊരു ഫിഷനെ പോലെ ഫോം ആവും. അതായത് ചെറിയൊരു ഫറോ ഫോം ആവും. അത് ഡീപ്പനായിട്ട് 2 പാർട്ടായിട്ട് കൺവേർട്ട് ആവും. ആ 2 പാർട്ടും പുതിയ ഒരു ജീവിയായിട്ട് വളരും. ഓക്കെ, ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടുത്ത് തന്നെ ഇനിയൊരു ഹൈഫൈ ഇങ്ങനെ വളരുന്നുണ്ട്, കുഞ്ഞു ഹൈഫൈ വളരുന്നുണ്ട്. ഈ കുഞ്ഞു ഹൈഫൈ കട്ടായി പോയിട്ട് പുതിയ ഒരു ഓർഗാനിസം ആയിട്ട് വളരും. ഓക്കെ, സോ അതുപോലെ തന്നെ അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ ബൈ സ്പോർ ഫോർമേഷൻ. സോ സ്പോർ ഫോർമേഷൻ, കൊനീഡിയ ഫോർമേഷൻ, സ്പൊറാൻജിയോഫോർ ഫോർമേഷൻ, സൂ സ്പോർ ഫോർമേഷൻ, ഇതെല്ലാം എന്താണ് ഹൈഫയുടെ മുകളിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഹൈഫൈ ഫോം ആവും. ആ ഹൈഫയിൽ എന്താവുന്നുണ്ട് ഇങ്ങനെ സെൽസ്, അതായത് ഹാപ്ലോയിഡ് സെൽസ് ഇങ്ങനെ ഫോം ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് സ്പോർസ് ഫോർമേഷൻ. അതിപ്പോൾ കൊനീഡിയ ആവാം, സ്പൊറാൻജിയോഫോർ ആവാം, സൂസ്പോർ ആവാം. സൂസ്പോർ എന്ന് പറയുമ്പോൾ ഫ്ലജല്ലാറ്റഡ് ആണ്, ഫ്ലജല്ല ഉള്ളതാണ്. ഓക്കെ, സോ ആൻഡ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ബൈ ഊസ്പോർ, ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഓരോ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വേരിയസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചർ കോൾഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. സോ എല്ലാ സ്പോർസും ഫോം ആവുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ മുകളിലാണ്. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഓക്കെ, സോ സെക്ഷുവൽ റിപ്രൊഡക്ഷനിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ആദ്യം 2 ഹൈഫ അടുത്തടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോട്ടോപ്ലാസമിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഹൈഫൈൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലും അതിന്റെ കൂടെ തന്നെയുള്ള സൈറ്റോപ്ലാസമിനെയും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്ലാസ്മോഗാമി എന്ന് വിളിക്കും. ഓക്കെ, പ്ലാസ്മോഗാമി എന്ന് വിളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയായി, 2 ന്യൂക്ലിയയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 ന്യൂക്ലിയയും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കാരിയോഗാമി എന്ന് വിളിക്കും. ഓക്കെ, സോ കാരിയോഗാമി എന്ന് വിളിക്കും. സോ മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ദി ഹാപ്ലോയിഡ് സ്പോർ. സോ ഇത് രണ്ടും ഫ്യൂഷൻ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് സൈഗോട്ടായി മാറി. ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ മിയോസിസ് ചെയ്യുന്നുണ്ട്. മിയോസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നുണ്ട്. അതായത് സ്പോർസ് ഫോം ആവുന്നുണ്ട്. ആ സ്പോർസ് എവിടെ പോയി വീഴുന്നോ അവിടെ ഒരു പുതിയ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, when a fungus reproduces sexually, 2 haploid hyphae of comfortable mating types come together and fuse. So in some fungi, the fusion of 2 haploid cells immediately result in the diploid cells. ഓക്കെ, രണ്ടും വന്നിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡ് സെൽ ആയിട്ട് മാറുന്നുണ്ട്. However, in other fungi ലൈക്ക് ആസ്കോമൈസൈഡ്സ്, ബെസിഡിയോമൈസൈഡ്സ്, ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ അത് ഫ്യൂഷൻ ആവില്ല. 2 അടുത്തടുത്ത് വന്ന ആ ഒരു ഹൈഫെ അതിന്റെ ഒരു ജനറ്റിക് മെറ്റീരിയലിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെല്ലിനൊക്കെ തന്നെ 2 ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡൈകാരിയോൺ എന്ന് വിളിക്കും. ആ ഒരു ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോഫേജ്. ഓക്കെ, ഡൈകാരിയോഫേസ് എന്ന് വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അത് രണ്ടും തമ്മിൽ ഒരു ഫ്യൂഷൻ നടക്കും. അതിനെ നമ്മൾ കാരിയോഗാമി എന്ന് വിളിക്കും. കാരിയോഗാമി കഴിഞ്ഞതിന് ശേഷം എന്താവും? മിയോട്ടിക് ഡിവിഷൻ നടക്കും. മിയോട്ടിക് ഡിവിഷന്റെ ലാസ്റ്റിൽ നമുക്ക് സ്പോർ കിട്ടും, ഹാപ്ലോയിഡ് സ്പോർ കിട്ടും. ഓക്കെ, സോ ആ ഹാപ്ലോയിഡ് സ്പോറ് കാറ്റിലൂടെ പറന്ന് എവിടേക്കോ പോയി വീഴും. എവിടെയാണ് സൂട്ടബിൾ കണ്ടീഷൻ കിട്ടുന്നത് അവിടെ ഒരു പുതിയ ഒരു ഫംഗൈ ആയിട്ട് ഡെവലപ്പ് ആകും. ഓക്കെ, ദ മോർഫോളജി ഓഫ് മൈസീലിയം, mode of spore formation and fruiting body form the basis of division of various classes. അതായത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിലാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗൈ ഉള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് മോർഫോളജി ഓഫ് മൈസീലിയം സെപ്റ്റേറ്റ് ആണോ, സെപ്റ്റേറ്റ് ആണോ, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അടുത്തത് മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ എങ്ങനെയാണ്? അസെക്ഷുവൽ ആണോ, സെക്ഷുവൽ ആണോ, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അടുത്തത് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ 4 ടൈപ്സ് ഓഫ് ഫംഗൈ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ
Phycomycetes. Okay, phycomycetes. The member of phycomycetes are found in aquatic habitat. കൂടുതൽ നമുക്ക് അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് കാണാൻ പറ്റുക. ആൻഡ് ഡീക്കേയിങ് വുഡിൽ, മോയിസ്റ്റ് ആൻഡ് ഡംപ് പ്ലേസസിലൊക്കെ നമുക്ക് ഈ ഫൈക്കോമൈസെറ്റ്സിനെ കാണാൻ പറ്റും. സോ ദേ ആർ ഓബ്ലിഗേറ്റ് പാരാസൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്ലാന്റിന്റെ മുകളിലൊക്കെ ഓബ്ലിഗേറ്റ്, അതായത് ആ പ്ലാന്റ് ഇല്ലാതെ പിന്നെ ജീവിക്കില്ല എന്നുള്ള രീതിയിൽ പോയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ഫംഗൈനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫൈക്കോമൈസെറ്റ്സ് എന്ന് വിളിക്കും. ദ മൈസീലിയം ഈസ് aseptate. സെപ്റ്റേറ്റ് ഇല്ലാത്തതാണ്, സെപ്റ്റാസ് ഇല്ലാത്തതാണ്. ഇങ്ങനെയുള്ള ഹൈഫയിൽ ഒരുപാട് ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ സൂസ്പോർ. മൊട്ടൈൽ ആയിട്ടുള്ള സൂസ്പോർസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, സോ ബൈ പ്ലാനോസ്പോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലജല്ല ഉണ്ടാവില്ല. ആൻഡ് they are non-motile. These spores are endogenously produced. അതായത് ഇതാണ് ഹൈഫെ എങ്കിൽ ഹൈഫേന്റെ ഉള്ളിൽ തന്നെ ഇത് പ്രൊഡ്യൂസ് ആവുകയാണ്. പ്രൊഡ്യൂസ് ആയതിനു ശേഷം അത് ബസ്റ്റായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ട് അത് പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അതങ്ങ് ഡിസ്പേഴ്സ് ആയി പോകുന്നുണ്ട്. ഓക്കെ, സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൊറാഞ്ചിയം. ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഹൈഫെ വിച്ച് പ്രൊഡ്യൂസസ് സ്പോർസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൊറാഞ്ചിയം. The spore producing hyphae നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. ഓക്കെ, സൈഗോസ്പോർ is formed by fusion of two gametes. രണ്ട് ഗാമീറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ, സെക്ഷുവൽ റിപ്രൊഡക്ഷനിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സൈഗോസ്പോർസ്. ഓക്കെ, സോ ദീസ് ഗാമീറ്റ്സ് ആർ സിമിലർ ഇൻ മോർഫോളജി. രണ്ടും ഒരേപോലെയാണ് കാണാനെങ്കിൽ അതിനെ ഐസോഗാമസ് എന്ന് പറയും. രണ്ടും കാണാൻ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ആനൈസോഗാമസോ അല്ലെങ്കിൽ ഊഗാമസോ എന്ന് പറയും. ഓക്കെ, സോ ആനൈസോഗാമസ് രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ ഐസോഗാമസ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും ആണെങ്കിൽ ആനൈസോഗാമസ്. ഐസോഗാമസ്, ആനൈസോഗാമസ്, ഊഗാമസിൽ എന്തുണ്ടാവും? ഒന്നിലും ഫ്ലജലയും കൂടെ ഉണ്ടാവും. So this is oogamous. Yes, so some common example are mucor, rhizopus, albigo. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾ ഫോർ ഫൈക്കോമൈസെറ്റ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ആസ്കോമൈസെറ്റ്സ്. സോ ആസ്കോമൈസെറ്റ്സിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സാക്ക് ഫംഗൈ. എന്തെന്ന് വിളിക്കും? സാക്ക് ഫംഗൈ എന്ന് വിളിക്കും. ആസ്കോമൈസെറ്റ്സ് ആർ മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ. കൂടുതൽ നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടാണ് ഈ ഒരു ആസ്കോമൈസെറ്റിനെ കാണാൻ പറ്റുക. എക്സാമ്പിൾ പെനിസീലിയം. ഓക്കെ, സോ റേർലി ആണ് നമുക്ക് യൂണിസെല്ലുലാർ കാണാൻ പറ്റുക. എക്സാമ്പിൾ നമ്മുടെ ഈസ്റ്റ് സാക്രോമൈസസ് സർവേസിയ. ഓക്കെ, സോ ദേ ആർ സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരാസൈറ്റ് ആൻഡ് കോപ്രോഫില്ലസ്. കോപ്രോഫില്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗഡങ്കിന്റെ മുകളിലൊക്കെ വളരുന്ന ഒരു ജീവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോപ്രോഫില്ലസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഡീകമ്പോസേഴ്സ് ആയിട്ടും സാപ്രോഫൈറ്റിക് ആയിട്ടും കോപ്രോഫില്ലസ് ആയിട്ടും നമുക്ക് ഈ ഒരു ആസ്കോമൈസെറ്റ്സിനെ കാണാൻ പറ്റും. മൈസീലിയം ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. അതായത് ഇതുപോലെ സെപ്റ്റാസ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ബ്രാഞ്ചസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ദ അസെക്ഷുവൽ സ്പോർസ് ആർ കൊനീഡിയാസ്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്പൊറാഞ്ചിയം ഫോം ആവും. ആ സ്പൊറാഞ്ചിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കൊനീഡിയോ 4 എന്ന് വിളിക്കും. ആ കൊനീഡിയക്കകത്ത് ഒരുപാട് സ്പോർസ് ഫോം ആവും, അതിനെ കൊനീഡിയ എന്ന് വിളിക്കും. Yes, so sexual reproduction by ascospores which are endogenously in the asci. അതായത് ആസ്കൈ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? അതായത് ആസ്കൈ എന്ന് പറയുന്നത് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ആ ഫ്രൂട്ടിംഗ് ബോഡിക്കകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? എൻഡോജീനസ്ലി ഒരുപാട് സ്പോർസ് ഫോം ആവുന്നത് കാണാൻ പറ്റും. ആ സ്പോർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്കോസ്പോർസ്. ഓക്കെ, സോ എക്സാമ്പിൾ ആസ്പെർജുലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഓക്കെ, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ന്യൂറോസ്പോറ നമ്മൾ യൂഷ്വലി ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. മെനി മെമ്പേഴ്സ് ലൈക്ക് മോറൽസ് ആൻഡ് ട്രഫിൾസ് are edible and are considered as delicacy. ഓക്കെ, ഡെലിക്കസീസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആസ്കോമൈസെറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് ബെസിഡിയോമൈസെറ്റ്സ്. സോ കോമൺലി നോൺ ഫോം ബെസിഡിയോമൈസെറ്റ്സ് ആർ മഷ്റൂംസ്. മഷ്റൂംസ് ആയിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബോൾസ് ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ദേ ഗ്രോ ഇൻ സോയിൽ ആൻഡ് ലോങ് ലോക്സ് ആൻഡ് ട്രീ സ്ട്രംസ് ആൻഡ് ഇൻ ലിവിങ് പ്ലാന്റ് ബോഡീസ് ആസ് പാരാസൈറ്റ്.
ആൻഡ് എക്സാമ്പിൾ റസ്റ്റ് ആൻഡ് സ്മട്സ്. ഓക്കെ, റസ്റ്റും സ്മട്സും ഒക്കെ ആയിട്ട് നമുക്ക് വേറെ ഒരു ജീവിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന പാരാസൈറ്റിക്കിനെ കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് ജീവിക്കുന്ന മഷ്റൂംസിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ വേറെ വേറെ ഡിഫറെന്റ് കൈൻഡ്സിൽ നമുക്ക് ഈ ഒരു ബെസിഡിയോമൈസിറ്റ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബ്രാഞ്ച്ഡ് സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ഹൈഫൈ ആണ് കാണാൻ പറ്റുക. Okay, so asexual reproduction, asexual spores are generally not found. ഇതിൽ asexual spores നമുക്ക് യൂഷ്വലി കാണാൻ പറ്റില്ല, പക്ഷേ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ കാണാൻ പറ്റും ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ ഇൻഡിവിജ്വൽ ഡെവലപ്പ്, ആ കട്ടായ പാർട്ട് പുതിയ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വളരും. ഓക്കെ, ദ സെക്സ് ഓഫ് ദ സെക്സ് ഓർഗൻ ഈസ് ആബ്സെന്റ്. ഇവിടെ സെക്സ് ഓർഗൻ നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് plasmogamy is brought about fusion of two vegetative or somatic cells. So രണ്ട് somatic cells combine ചെയ്തിട്ട് അവിടെ ഒരു sexual reproduction നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സോ ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ലാസ്മോഗാമി, ഡൈകാരിയോഫേസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ബെസിഡിയോമൈസെറ്റ്സിലാണ് കാണാൻ പറ്റുക. സോ കാരിയോഗാമി കഴിഞ്ഞിട്ട് മിയോസിസിലും കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്പോർസ് ഡെവലപ്പ് ആവും. ആ സ്പോർസ് ഒക്കെ നമുക്ക് എവിടെയാ കാണാൻ പറ്റുന്നത്? ബെസിഡിയോസ്പോർസ്. ആ സ്പോർസിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെസിഡിയോസ്പോർസ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ബെസിഡിയോ കാർപ്പിനകത്ത്. ഓക്കെ, ബെസിഡിയോ കാർപ്പിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ അഗാരിക്കസ്, ഉസ്റ്റലാഗോ, പുക്സിനിയ, ഇതെല്ലാം എക്സാമ്പിൾ ഫോർ ബെസിഡിയോമൈസിറ്റ്സ് ആണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ ഈസ് ഡ്യൂട്ടറോമൈസെറ്റ്സ്. കോമൺലി ഇതിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കും. സോ ഇവിടെ നമുക്ക് അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല. ഓക്കെ, അസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓൺലി അസെക്ഷൽ പിന്നെ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ് അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് സ്റ്റേജ് ഹാവ് ബീൻ given one name. ഓക്കെ, ആൻഡ് സെക്ഷുവൽ സ്റ്റേജ് അനദർ. ഓക്കെ, ഇത് ചിലപ്പോൾ രണ്ട് ഫോം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിന് വെറും, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫംഗൈ വെറും അസെക്ഷലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. മേ ബി ഇതേ ഫംഗൈ സെക്ഷുവൽ ഫോം വേറെ പോലെ ഡിഫറെൻറ്റ് ഫോമായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് പക്ഷെ നമ്മൾ ഇതുവരെ അതിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ലേറ്റർ വെൻ ലിങ്ക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ദ ഫംഗൈ were correctly identified and moved out of deuteromycetes. അതായത് ഒരിക്കൽ നമ്മൾ ഇത് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അസെക്ഷുവൽ സ്പോർസിനെ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. സെക്ഷുവൽ ഫോമിനും നമ്മൾ ഈ ഒരു ഡ്യൂട്ടറോമൈസെറ്റ്സിന്റെ സെക്ഷുവൽ ഫോമിനും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ഏത് ഗ്രൂപ്പിലാണോ വരുന്നത് അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം സെക്ഷുവൽ പാർട്ടിന് നമ്മൾ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ആക്കിയിട്ട് അതിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ deuteromycete reproduce only by asexual spores known as conidia. Okay, mycelium is septatum branched ആണ്. So some members are saprophyte or parasite, while large ആൾക്കാരും എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, ലാർജ് ആൾക്കാരും ആരാണ്? ഡീകമ്പോസേഴ്സ് ആണ്. സോ എക്സാമ്പിൾ ആൾട്ടർനേറ്റിയ, കൊലെട്രോട്ടിക്കം, അതുപോലെ തന്നെ ട്രൈക്കോഡർമ, ഇതൊക്കെ എന്താണ്? ഡ്യൂട്ടറോമൈസെറ്റ്സ് ആണ്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റിയെ പറ്റിയിട്ടാണ്. പ്ലാന്റിയെ പറ്റിയിട്ടൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. നമ്മളത് നെക്സ്റ്റ് ചാപ്റ്റർ ആയ പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിലാണ് കിങ്ഡം പ്ലാന്റെയും കിങ്ഡം അനിമലെയും പറ്റിയിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ വളരെ ചുരുക്കിയ കുറച്ച് കണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കിങ്ഡം പ്ലാന്റ് ഇൻക്ലൂഡ് ആൾ യൂകാരിയോട്ടിക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് plant. Okay, few members are partially heterotrophic. അതിന് നമ്മൾ ഇൻസെക്ടിവോറസ് ആണെങ്കിൽ, ആ ഒരു ഹെറ്ററോട്രോഫിക് ഓർഗാനിസം ഇൻസെക്ടിവോറസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാരാസൈറ്റിക് ആയിരിക്കും. സോ ഇൻസെക്ടിവോറസ് പ്ലാന്റ് ഉണ്ട്. ഏതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്? ബ്ലാഡർ വേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്, ഇതൊക്കെ എന്താണ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ പാരാസൈറ്റ് നമുക്ക് ഏത് പറയാം? കസ്കൂട്ട അല്ലെ. കസ്കൂട്ടനെ നമുക്ക് എന്തെന്ന് പറയാം?
പാരാസൈറ്റിക് പ്ലാന്റ് എന്ന് പറയാം. ഓക്കെ, സോ ദ പ്ലാന്റ് സെൽസ് ഹാവ് an eukaryotic structure with prominent chloroplast. സോ ഈ എല്ലാ പ്ലാന്റ് സെല്ലിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ന്യൂക്ലിയസ്, അങ്ങനെയുള്ള എല്ലാ സ്ട്രക്ചറും കാണാൻ പറ്റും. പിന്നെ സെൽ വാൾ ഫോം ആയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കണ്ടന്റ് കൊണ്ടാണ്. ഓക്കെ, സോ ഈ പ്ലാന്റിൽ 5 ക്ലാസ്സസ് നമുക്ക് കാണാൻ പറ്റും. സോ ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം എന്ന് പറഞ്ഞ 5 ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ആ 5 ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ലൈഫ് സൈക്കിൾ നമുക്ക് ഡിപ്ലോയിഡ് സാപ്രോഫൈറ്റിക് ആൻഡ് ഹാപ്ലോയിഡ് ഗെമറ്റോഫൈറ്റിക് എന്ന് പറഞ്ഞ 2 സ്റ്റേജസ് നമുക്ക് യൂഷ്വലി കാണാൻ പറ്റും. ഓക്കെ, സോ ആ 2 സ്റ്റേജസ്, അതായത് സാപ്രോഫൈറ്റിക്, ഡിപ്ലോയിഡ് സാപ്രോഫൈറ്റിക്കോ ഹാപ്ലോയിഡ് ഗെമറ്റോഫൈറ്റിക് ഒക്കെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനും ഇതെല്ലാം നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? പ്ലാന്റ് കിങ്ഡമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അനിമൽ കിങ്ഡം എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം, ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? അനിമലിയ എന്ന് വിളിക്കും. സോ ഇതിൽ സെൽ വാൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഈ എല്ലാ ഓർഗാനിസമും പ്ലാന്റിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിനെയാണ് ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത്. പ്ലാന്റിന്റെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫുഡിനെ കഴിച്ചിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്, അല്ലെ? സോ ഈ ഒരു ഓർഗാനിസമിൽ ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റെസ്പിറേഷൻ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർഗൻ സിസ്റ്റമിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ എല്ലാ ഓർഗാനിസംസിൽ ഓർഗൻ സിസ്റ്റമിനെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ആൻഡ് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റിനൊക്കെ റിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റും. സോ യൂഷ്വലി ഈ എല്ലാ ഓർഗാനിസം മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹോലോസോയിക് ആണ്. ഓക്കെ, ഹോലോസോയിക് എന്ന് പറയുമ്പോൾ ഫുഡിനെ കഴിച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ ദേ ഫോളോ എ ഡെഫിനറ്റ് ഗ്രോത്ത് പാറ്റേൺ ആൻഡ് ഗ്രോ ഇൻ ടു അഡൾട്ട്സ് ആൻഡ് ദേ ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. സോ ഈ എല്ലാ ഓർഗാനിസമിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൈസും ഷേപ്പും ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഹയർ ഫോംസ് ഷോ എലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോമോട്ടറി മെക്കാനിസം, അതായത് ഹയർ ഓർഗാനിസം, അതായത് പോറിഫെറ, അതുപോലെ തന്നെ സീലൻട്രേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതിൽ ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെൻസറി സിസ്റ്റമും അതുപോലെ തന്നെ ന്യൂറൽ സിസ്റ്റമും ഇങ്ങനെയുള്ള മോട്ടോർ സിസ്റ്റമും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ആർ കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. സോ അനിമൽസ് കൂടുതലും ലോക്കോമോഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ്. ഒരു പ്ലേസിൽ നിന്നും ഇനിയൊരു പ്ലേസിലേക്ക് മൂവ് ആവാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ്. ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇസ് ബൈ കോപ്പുലേഷൻ, അതായത് ഇന്റർകോഴ്സ് ചെയ്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസം എന്നുണ്ടാവും. മെയിൽ ഓർഗാനിസം സ്പേമും ഫീമെയിൽ ഓർഗാനിസം എഗ്ഗിനും പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് കോപ്പുലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഈ ഗാമേറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്താവും? അവിടെ ഒരു സൈഗോട്ട് ഫോം ആവും. ആ സൈഗോട്ട് ഡെവലപ്പായിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ഓക്കെ, സോ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഈച്ച് ക്ലാസ്സസിൽ, അതായത് അനിമലിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ പഠിക്കാനുണ്ട്. അത് എല്ലാത്തിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അടുത്തത് വൈറസ്, വൈറോയിഡ്, പ്രിയോൺസ് ആൻഡ് ലൈക്കൻസിനെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തേത് വൈറസസ്. സോ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറെ ഓർഗാനിസമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. All of us who have suffered ill effects of common cold or flu know what effect viruses can have on us. അല്ലേ, നമുക്കെല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള കോൾഡ് യൂഷ്വലി വന്നിട്ടുള്ള ഒരാൾക്കാരാണ്. സോ നമുക്കൊക്കെ അറിയാം വൈറസ് എങ്ങനെയൊക്കെ പണിയെടുക്കും, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും നമുക്കറിയാം. ഈവൻ we do not associate with it with
our condition, viruses did not find a place in classification since they are not considered truly living. അതായത് ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ജീവിയാണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഹോസ്റ്റിന്റെ മുകളിൽ ഉണ്ടാവുക മാത്രമാണ് അതൊരു ലിവിങ് ഓർഗാനിസം. ഹോസ്റ്റിൽ നിന്നും പുറത്തേക്ക് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ക്രിസ്റ്റൽസ്, അത് വെറും ക്രിസ്റ്റൽസ് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ട്രൂ ലിവിങ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ദ വൈറസസ് ആർ നോൺ സെല്ലുലാർ. അതായത് ബാക്കിയുള്ള എല്ലാ ഓർഗാനിസമിലും നമുക്ക് സെൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ വൈറസിൽ നമുക്ക് ഒരു പ്രോപ്പർ സെല്ല് കാണാൻ പറ്റില്ല. ഓക്കെ, സോ യൂഷ്വലി ഇതൊരു ക്രിസ്റ്റലിൻ ആയിട്ടാണ്, ഇന്നേർട്ട് ക്രിസ്റ്റലിൻ ആയിട്ടാണ് ഔട്ട്സൈഡ് ഹോസ്റ്റ് ബോഡി നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, yes, so once they affect the cell, they take over the machinery of host cell to replicate themselves, killing the host. Would you call viruses living or non-living? അതായത് ഇത് ഏതെങ്കിലും ഒരു ഓർഗാനിസമിനെ, ഒരു ഹോസ്റ്റ് ഓർഗാനിസമിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെല്ലിനകത്തുള്ള കണ്ടന്റിനൊക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വൈറസ് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു വൈറസ് ഉണ്ടായിരുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്പിൾ വൈറസ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പം നിങ്ങൾ ഇതിനെ ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുക? നിങ്ങൾ തന്നെ പറയാം. ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? യെസ്, സോ വൈറസസ് മീൻസ് വെനം. വൈറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വെനം എന്നാണ്. വെനം അല്ലെങ്കിൽ പോയ്സൺ എന്നാണ് അർത്ഥം. ഓക്കെ, ഡിമിട്രി ഇവനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു വൈറസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ മൊസായിക് ഡിസീസ്, സോ ടൊബാക്കോ പ്ലാന്റിൽ മൊസായിക് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ഉണ്ടായിരുന്നു. ആ ഡിസീസിനെ കണ്ടുപിടിക്കുന്ന ഭാഗമായിട്ടാണ് വൈറസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ, വൈറസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ അവർ ഐഡന്റിഫൈ ചെയ്തത്. ദീസ് വുഡ് ബി സ്മോളർ ദാൻ ബാക്ടീരിയ. അതായത് ഇത് ഇങ്ങനെ ഒരു ഡിസീസ് വന്നിട്ടുണ്ടല്ലോ, ഇത് ബാക്ടീരിയ കൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. ഫിൽട്രേഷൻ മെത്തേഡിൽ ഇവർക്ക് ആ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് നോക്കുമ്പോൾ അത് ബാക്ടീരിയ അല്ല, അത് അതിനേക്കാളും കുഞ്ഞു സാധനമാണ്. അതുകൊണ്ടാണ് ആ ഫിൽറ്ററിൽ അതെന്ത് ഒട്ടിപ്പിടിക്കാതെ അത് എന്തായത് വാട്ടറിലൂടെ പുറത്തേക്ക് പോയത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയ, അതായത് ബാക്ടീരിയക്കാളും ചെറിയ ഒരു ഓർഗാനിസം ആണ് എന്ന് അവർ മനസ്സിലാക്കിയത്. MW ബൈജോർനെക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റിൽ നിന്നും ഈ ഒരു സാധനത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു സാധനമാണ്, അതായത് ഈ ഒരു സ്ട്രക്ചർ, അതായത് ഫ്ലൂയിഡ് പോലെയുള്ള എന്തോ ഒരു സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇങ്ങനെയുള്ള ഒരു ഡിസീസ്, ഫ്ലൂയിഡ് മൊസായിക് ഡിസീസിനെ കോസ് ചെയ്യുന്നുള്ളത്. ഈ വാട്ടർ എവിടെയൊക്കെ തട്ടുന്നുണ്ടോ അവിടെയൊക്കെ ആ ഡിസീസ് പരക്കും എന്ന് MW ബൈജോർനെക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. സോ അതിനെ അവരെന്ത് വിളിച്ചു? കണ്ടാജിനം വൈവം ഫ്ലൂയിഡം. സോ ആ വാട്ടർ എവിടെ തട്ടുന്നുണ്ടോ അവിടെയൊക്കെ ആ ഡിസീസ് എന്താവുന്നുണ്ട്? സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ടാജിനം വൈവം ഫ്ലൂയിഡം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് MW സ്റ്റാൻലി ഷോഡ് ദാറ്റ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ക്രിസ്റ്റൽസ് കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് പ്രോട്ടീൻ. സോ ഇത് ക്രിസ്റ്റൽ ആയിട്ട് കൺവേർട്ട് ആവും. ആ ക്രിസ്റ്റലിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? പ്രോട്ടീനെയാണെന്ന് ആര് പറഞ്ഞു? WM സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓക്കെ, ദേ ആർ ഇന്നേർട്ട് ഔട്ട്സൈഡ് അതർ സ്പെസിഫിക് ഹോസ്റ്റ് സെൽ. സോ ഹോസ്റ്റ് സെല്ലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വെറും ഇന്നേർട്ട് ഒരു സോൾട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആയിട്ട് മാറും. അത് പാരാസൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ്, ഓക്കെ, ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? ജീവനോടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇൻ അഡീഷൻ പ്രോട്ടീൻ വൈറസസ് ഓൾസോ കണ്ടെയ്നിങ് ജനറ്റിക് മെറ്റീരിയൽ. ഇതിൽ നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ കാണാൻ പറ്റും. സോ ജനറ്റിക് മെറ്റീരിയൽ ചിലപ്പോൾ RNA ആണ് അല്ലെങ്കിൽ DNA ആണ്. ഓക്കെ, നോ വൈറസസ് കണ്ടെയ്നിങ് ബോത്ത് DNA ആൻഡ് RNA. സോ രണ്ടും ഉണ്ടാവില്ല, ഒന്നില്ല DNA ഉണ്ടാവും അല്ലെങ്കിൽ RNA ഉണ്ടാവും. A viruses is nucleoprotein and genetic material is infectious. ഓക്കെ, സോ ഇതൊരു വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്, ന്യൂക്ലിയസ് ഉള്ള ഒരു പ്രോട്ടീൻ ആണ്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഫെക്ഷന്, ഒരു ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. ഇൻ ജനറൽ വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് പ്ലാന്റ് ഹാവ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്.
Okay, viruses that infect animals have single or double-stranded RNA or double-stranded DNA. So, animal ഇൻഫെക്റ്റ് ചെയ്യുന്ന ഓർഗാനിസമിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA കാണാൻ പറ്റും, അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA കാണാൻ പറ്റും. പക്ഷേ യൂഷ്വലി പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈസ് ആൾവേസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഓക്കെ, സോ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കും. ഓക്കെ, യൂഷ്വലി അത് ഡബിൾ സ്ട്രാൻഡഡ് RNA ഉള്ള ഒരു വൈറസ് ആണ്. ഓക്കെ, the protein coat called capsid made up of small subunits called capsomere. അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു പ്രോട്ടീൻ കോട്ട് കാണാൻ പറ്റും. ആ പ്രോട്ടീൻ കോട്ട് എന്തുണ്ടാവും? സിംഗിൾ ലെയർ ആയിരിക്കും. ചിലപ്പോൾ ഒരുപാട് കുഞ്ഞു പ്രോട്ടീൻസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുക. സോ അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ യൂഷ്വലി ഇപ്പോൾ ഈ ഒരു ബാക്ടീരിയോഫേജിലൊക്കെ നമുക്ക് ഹെലിക്കൽ അല്ലെങ്കിൽ പോളിഹിഡ്രൽ ഹെഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ടെയിൽ കാണാൻ പറ്റും. നമുക്കതൊക്കെ നോക്കാം കേട്ടോ. സി, ഒരു പോളിഗോണൽ ഹെഡ് കാണാൻ പറ്റും. ഈ ഹെഡിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ജനറ്റിക് മെറ്റീരിയൽ DNA കാണാൻ പറ്റുക. ഓക്കെ, സോ ആൻഡ് കോളർ പോലെയുള്ള ഒരു സ്ട്രക്ചർ, നെക്ക് പോലെയുള്ള ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ടെയിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. സോ ദിസ് ഈസ് ഇതെന്താണ്? ബാക്ടീരിയോഫേജ്. ഓക്കെ, സോ ഇത് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. സി, ഇതെന്താണ്? ഇത് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടില്ലേ ഒരുപാട് പ്രോട്ടീൻ, ഈ ഒരു പ്രോട്ടീൻ കോഡ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോട്ടീൻ കോഡിനെ നമ്മൾ ക്യാപ്സിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്യാപ്സിഡ് എന്ന് വിളിക്കും. ഈ ക്യാപ്സിഡിൽ കണ്ടില്ലേ ഓരോ വാഴപ്പഴം പോലെ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഒരു കുഞ്ഞു, അതായത് ഒരു വാഴക്കൊല മൊത്തം ഉണ്ടെങ്കിൽ നമ്മളതിനെ ക്യാപ്സിഡ് എന്ന് വിളിക്കും. സിംഗിൾ വാഴപ്പഴം ആണെങ്കിൽ നമ്മൾ അതിനെ ക്യാപ്സോമിയർ എന്ന് വിളിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്യാപ്സോമിയർ എന്ന് വിളിക്കും. യെസ്, അടുത്തത് വൈറോയിഡ് ആണ്. വൈറോയിഡിനെ ഐഡന്റിഫൈ ചെയ്തത് T.O. ദീനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സോ ന്യൂ ഇൻഫെക്ഷ്യസ് ഏജന്റ് ദാറ്റ് വാസ് സ്മോളർ ദാൻ വൈറസിനെക്കാളും കുഞ്ഞുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വൈറോയിഡ്സ് എന്ന് വിളിക്കും. സോ പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഫൈബർ. ഓക്കെ, പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഫൈബർ കോസ് ആയിരിക്കുന്നത് വൈറോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കൊണ്ടാണ്. ഈ സ്ട്രക്ചറിൽ പ്രോട്ടീൻ കോട്ട് പോലും ഉണ്ടാവില്ല, വെറും RNA മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, ഫ്രീ RNA വിച്ച് കോസസ് ഡിസീസ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വൈറോയിഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് prions എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ in modern medicine containing infectious neurological diseases were found to be transmitted by agent consisting of abnormally folded protein. abnormally fold ആയിട്ടുള്ള പ്രോട്ടീനിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രിയോൺസ് എന്ന് വിളിക്കും. ഈ പ്രിയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള ഡിസീസിനെയാണ് ഇത് കോസ് ചെയ്യുന്നുള്ളത്? മെന്റൽ ഡിസീസ്, അതായത് മെന്റൽ റിട്ടാർഡ്നെസ് വരുന്ന അങ്ങനെയുള്ള ഒരു ഡിസീസിനെയാണ് ഇത് കോസ് ചെയ്യുന്നുള്ളത്. എക്സാമ്പിൾ ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഓക്കെ, എന്താണ് ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കോസ് ചെയ്യുന്നുണ്ട്. അതായത് മാഡ് കൗ ഡിസീസ്. ഓക്കെ, കോമൺലി നമ്മൾ അതിനെ മാഡ് കൗ ഡിസീസ് എന്ന് വിളിക്കും. ഇത് കാറ്റൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമൻസിൽ CR ജേക്കബ് ഡിസീസ്. ഓക്കെ, ക്രേനിയൽ അല്ലെങ്കിൽ CR ജേക്കബ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസീസ് ഉണ്ട്. അത് ഹ്യൂമനിൽ കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രിയോൺസ്. അതായത് ഹൈലി അബ്നോർമലി അൺകോയിൽഡ് പ്രോട്ടീൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രിയോൺസ് എന്ന് വിളിക്കും. അടുത്തത് ലൈക്കൻസ് ആണ്. ലൈക്കൻസിനെ പറ്റി നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫംഗൈയുടെ കൂടെ ആൽഗയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിച്ചു പോകുന്ന ഒരു ഓർഗാനിസമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലൈക്കൻസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ ഫംഗൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോബയോണ്ട് എന്ന്. അതുപോലെ തന്നെ ആൽഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. ഓക്കെ, ഫൈക്കോബയോണ്ട്. യെസ്, ക്ലിയർ ആയോ? സോ ദിസ് ഈസ് അബൌട്ട്
ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു റിപ്ലൈ കിട്ടും. ഇൻ കേസ് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൗട്ടാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസറുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റും. ഓക്കെ, സോ അത് മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാണും. പെട്ടെന്ന് പോവുക, വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.